യം ശൈവാഃ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. ഹരിഃ. ഓം തത്സത്. ജയ ഗുരു. ഇനി എല്ലാവർക്കും കൂടി 3 തവണ ആ കൂട്ടായിട്ടുള്ള ഓങ്കാര ജപ തപോനുഷ്ഠാനം. എന്താ അങ്ങനെ തന്നെയല്ലേ? ഇതാ ഹരിഃ. ഓ ഇതെന്തായി നിങ്ങൾക്ക് ഇത്ര മടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാം കൂടി ഞാൻ ആവശ്യപ്പെടുന്നത് 3 തവണ 4 തവണ ഓങ്കാരം ജപിക്കാനാ. ഇതിനിങ്ങനെ പിഴിഞ്ഞുവാർച്ച കഴിക്കണോപ്പാ? പറയുമ്പോഴേക്കും എല്ലാവരും ചെയ്യണ്ടേ? മടിയില്ലാതെ ജപിക്കൂ. ഓ പോരാ. ഓ ഹരിഃ. ഓം തത്സത്. ജയ ഗുരു. മഹാഭാരത യുദ്ധം നമ്മുടെ ഭാരതഭൂമിയിൽ കുരുക്ഷേത്രം എന്ന് പറയുന്ന പ്രദേശത്ത് ന്യൂഡൽഹിയിൽ നിന്ന് 140-145 കിലോമീറ്റർ ദൂരെയാണ്. ആ കുരുക്ഷേത്രത്തിൽ 5151 കൊല്ലം മുൻപ് നടന്നതാണ് മഹാഭാരത യുദ്ധം. ഭഗവത്ഗീതയിലെ ആദ്യത്തെ ശ്ലോകം എന്താണ് നമ്മൾക്ക് വിരൽ ചൂണ്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴും. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രമാണ് കുരുക്ഷേത്രം. അവിടെ വന്നു നിന്നിരിക്കണു ആര്? എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും. എൻ്റെ പുത്രന്മാരെ എങ്ങനെയാ? അവര് തീരെ കൊള്ളരുതാത്തവരാ. അധർമ്മം പാപം അത് മാത്രം പിടിക്കുന്നവരാണവര്. അത് പിന്തുടരുകയാണ്. മറുഭാഗത്തോ ധർമ്മപക്ഷമാണ്. അവർക്ക് 7 അക്ഷൗഹിണി സേനയേ ഉള്ളൂ. ഇപ്പുറത്താണെങ്കിൽ 11 ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഒരേ പുണ്യഭൂമിയിൽ വന്ന് നിന്നിരിക്കുകയാണ്. അപ്പൊ ഒരു പക്ഷേ 2 കൂട്ടരും വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ ഭാഗം ശരിയാ, ഞങ്ങളുടെ ഭാഗം ശരിയാന്ന്. സാധാരണ നമ്മൾ പറയാറുണ്ട് എന്ത്? ഏതെങ്കിലും ഒരു ക്ഷേത്രം, ഗുരുവായൂരായിക്കോട്ടെ, പൂർണ്ണത്രയീശന്റെ ക്ഷേത്രത്തിലായിക്കോട്ടെ, ഒരു പെരും കള്ളൻ പിടിക്കാൻ കൂട്ടിയിട്ട് പറ്റണില്ല. എല്ലാവർക്കും വലിയ വിഷമായി. നാട്ടുകാരും അസംബ്ലിയും പാർലമെന്റും ഒക്കെ സംസാരിക്കാൻ തുടങ്ങാം. അപ്പൊ ഉദ്യോഗസ്ഥന്മാരെങ്ങനെ ചെയ്യും? എന്ത് ചെയ്യും? എങ്ങനെയായാലും ഈ കള്ളനെ ഇത്രാം ദിവസത്തിന്റെ ഉള്ളിൽ പിടിച്ചോളണം എന്ന് പറഞ്ഞ ഒരു ഓർഡർ ഇങ്ങോട്ട് ഇടും. തിരക്ക് പിടിച്ചിട്ടുള്ള അന്വേഷണമായി, സ്പെഷ്യൽ ബ്രാഞ്ചായി ഒക്കെ കഴിച്ചു. പോലീസുകാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ വിഷമം. അപ്പൊ എവിടെയൊക്കെ ചെന്ന് തട്ടിയാൽ വാതിൽ തുറക്കുമെന്ന് അറിയില്ല. അപ്പൊ അവര് ക്ഷേത്രത്തിലേക്ക് വരും. ഇപ്പൊ ഗുരുവായൂരിലാണ് വന്ന ഗുരുവായൂരപ്പനോട് പറയുക പോലീസുകാര്, അതേ എന്റെ തീയതി അടുത്തു കഴിഞ്ഞു, എങ്ങനെയെങ്കിലും ഈ കള്ളനെ പിടികിട്ടണേ എന്ന് പറഞ്ഞ് വഴിപാട് കഴിക്കും. കുറച്ചു കഴിഞ്ഞാൽ മിസ്റ്റർ കള്ളനും വരും അവിടെ. ഇവരുടെ തീയതി വല്ലാതെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഇവരുടെ പിടിയിൽ പെടരുതേ എന്ന് പറഞ്ഞ് അദ്ദേഹം കഴിക്കും വഴിപാട്. നിങ്ങൾ പറയൂ, ആരുടെ പക്ഷത്തിലാ ഗുരുവായൂരപ്പൻ നിൽക്കുകയാണ്? ഇത് നടന്ന സംഭവ പൂർണ്ണത്രയീശനില് വേറെ ഒരു കാര്യത്തിലാ.
ഒരു രാജാവ് സൂക്കേട് പിടിച്ച് കിടക്കുകയാണ്. അദ്ദേഹം മരിക്കാൻ ഏതാണ്ടായിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നൈത്യാരമ വന്ന് പൂർണ്ണത്രയീശനോട് പറഞ്ഞു അത്രേ, എന്ത്, വല്ല വിധവും എൻ്റെ രാജാവിൻ്റെ ദേഹം ഇനിയും അങ്ങോട്ട് നീണ്ടുപോകണം, രോഗത്തിൽ നിന്ന് മുക്തി കിട്ടണം, അതിനെന്താ പ്രത്യേക വഴിപാട് എന്ന് ചോദിച്ചപ്പോൾ ശാന്തിക്കാരൻ പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് അവർ പോയി 2 ദിവസം കഴിയുമ്പോഴേക്കും ഇദ്ദേഹം മരിച്ചു പോയാൽ പിന്നെ പട്ടം കിട്ടേണ്ട വേറെ ഒരു രാജാവുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ നൈത്യാരമയും വന്നു അവിടെ. വല്ല വിധവും എൻ്റെ ഭർത്താവിന് എത്രയും വേഗം സ്ഥാനം കിട്ടണം, സ്ഥാനാരോഹണം വേണം, അതിനെന്താ വഴിപാട് എന്നായി. ആ വഴിപാടും പറഞ്ഞു കൊടുത്തു. ഇപ്പൊ പൂർണ്ണത്രയീശൻ ആരെയാ സഹായിക്കുക? അപ്പൊ കുരുക്ഷേത്രം ധർമ്മഭൂമിയാണ്. ആ ധർമ്മഭൂമിയിൽ ഇരുകൂട്ടരും വന്ന് നിൽക്കുകയാണ്. ആ നിൽക്കുന്നതിൽ ആരെയാണ് ഇപ്പൊ ഈ ധർമ്മം തുണയ്ക്കാൻ പോണത്? അധർമ്മികൾക്ക് എന്തായിരിക്കും ധർമ്മസ്വാധീനം അവിടെ ആ ഭൂമിയുടെ? ധർമ്മികൾക്ക് എന്തായിരിക്കും? ഈ വർത്തമാനം വിശദീകരിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ധർമ്മം ജയിക്കുന്നത് ചിലപ്പോ വളരെ ബുദ്ധിമുട്ട് പിടിച്ചതാ, പ്രകൃതി പിടിച്ച കാര്യങ്ങളാ. ഈ ലോകത്തിൽ പലതരത്തിലുള്ള സ്വഭാവവിശേഷമാണ്. ആ വിശേഷത്തിന്റെ ഓരോ ഭാഗമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. യുധിഷ്ഠിരൻ ധർമ്മബുദ്ധി, തികഞ്ഞ ധർമ്മബുദ്ധി. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യണത് തീരെ സമ്മതമല്ല. എന്നാൽ നിവൃത്തിയില്ലാതെ ചെയ്യാൻ പുറപ്പെട്ട് എല്ലാം വട്ടം കൂട്ടിക്കഴിഞ്ഞു. അപ്പോഴും മനസ്സ് സമ്മതിക്കണില്ല. മുത്തശ്ശന്റെ അടുത്ത് പോയി നമസ്കരിച്ച് അനുഗ്രഹം മേടിക്കണം, അതിന് പോണു. ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി പറയുകയാണല്ലോ. അപ്പോ അതിൽ ആ ശല്യന്റെ അടുത്ത് പോയി ശല്യന്റെ വർത്തമാനം പൂർവകഥ ഞാൻ പറയുന്നതാണ് രംഗം. അപ്പൊ ശല്യനെ ദുര്യോധനൻ ചാക്കിട്ട് പിടിച്ചു. പിടിച്ചത് കണ്ടപ്പോ സന്തോഷമായി. സന്തോഷത്തിന് വേണ്ടി എന്തു പറഞ്ഞു? എനിക്ക് ഇഷ്ടമായി, വരം ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എന്റെ പക്ഷത്തിൽ നിൽക്കണം എന്നായി. ഇങ്ങനെയൊക്കെയായി. അങ്ങനെ സന്തോഷിച്ചു എന്നുണ്ടെങ്കിലും ശല്യൻ വന്നത് യുധിഷ്ഠിരന്റെ പക്ഷത്തിൽ ചേരാനാ. അതിൻ്റെ ഇടയിൽ കട്ടുകൊണ്ടുപോയി, റാഞ്ചി കൊണ്ടുപോയി. എന്താ ചെയ്യാ? പെട്ടെന്ന് അങ്ങനെ ഒരു വൈകാരികമായിരിക്കുന്ന ഒരു ക്ഷണത്തിൽ പറഞ്ഞു എന്നുണ്ടെങ്കിലും മനസ്സ് അത് സമ്മതിച്ചില്ല. അങ്ങനെ യുധിഷ്ഠിരന്റെ അടുത്ത് പോയി യുധിഷ്ഠിരനോട് നടന്ന സംഭവം പറഞ്ഞു. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? എൻ്റെ അമ്മാമ ഇങ്ങനെ ചെയ്തുല്ലോ എന്നൊക്കെയല്ലേ നിങ്ങൾ പറയുക? യുധിഷ്ഠിരൻ പറയുന്നത് കേട്ടോളൂ. സുകൃതം തേ കൃതം രാജൻ പ്രഹൃഷ്ടേനാന്തരാത്മന ദുര്യോധനസ്യ യദ്വീര ത്വയാ വാചാ പ്രതിശ്രുതം. അങ്ങയുടെ മനസ്സിൽ സന്തോഷം തോന്നി. ഞാൻ എന്തു വേണമെങ്കിൽ ചോദിച്ചോളൂ, തരാം എന്നങ്ങ് പറഞ്ഞില്ലേ? ആ പറഞ്ഞത് വളരെ ശരിയായി. അങ്ങ് പറഞ്ഞതും കൊടുത്തതിലും എനിക്കൊരു വിഷമവും ഇല്ല. ഏകം ത്വിച്ഛാമി ഭദ്രം തേ ക്രിയമാണം മഹീപദേ രാജൻ അകർത്തവ്യമഭി കർത്തുമർഹസി സത്തമാ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഏതായാലും അങ്ങ് എൻ്റെ പക്ഷത്തിൽ ചേരണം, എന്നെ അനുഗ്രഹിക്കണം, കൂടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വന്നത്. വഴിയിൽ റാഞ്ചി കൊണ്ടുപോയതാ, അതവിടെ ഇരുന്നോട്ടെ. എന്നാലും അങ്ങ് സ്വയം എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടല്ലോ. എന്നോട് ദേഷ്യമുണ്ടോ? ഇല്ല. സ്നേഹമുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ചെയ്യാൻ ഒരുക്കണ്ടോ? ഉവ്. അപ്പൊ എനിക്കും ചിലത് പറയാനുണ്ട്, അത് ഞാൻ പറയാം. ദുര്യോധനൻ ചതിച്ചാണ് സംസാരിച്ചത്. ഞാൻ ചതിച്ചിട്ടല്ല സംസാരിക്കുന്നത്. നേരെ വാ നേരെ പോ എന്നുള്ള പ്രകൃതത്തോടു കൂടിയിട്ടാ. അതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ മനസ്സിന് പൂർണ്ണ സമ്മതാണെന്ന് വിചാരിക്കരുത്. ഒരകർത്തവ്യമാ. എന്നാലും അത് ചെയ്യേണ്ടി വരികയാണ്. അതുകൊണ്ട് എന്തു വേണം? മമത്വവേക്ഷയാ വീര ശൃണു വിജ്ഞാപയാമി തേ ഭവാനിഹ ച സാരഥ്യേ വാസുദേവ സമോയുധി കർണാർജുനാഭ്യാം സംപ്രാപ്തേ ദ്വൈരഥേ രാജസത്തമ കർണസ്യ ഭവതാ കാര്യം സാരഥ്യം നാത്ര സംശയഃ. ഈ യുദ്ധം അങ്ങനെ മുഴുത്ത മേപ്പെട്ടു പോകുന്തോറും അങ്ങക്ക് എന്തുണ്ടാവും? കർണനോടുകൂടി യുദ്ധം ചെയ്ത് കർണന്റെ സാരഥിയായിരിക്കുന്ന ഒരു സ്ഥിതി വരും. ആ സമയത്ത് മാത്രം അർജുനനെ ഓർത്ത് അർജുനന്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് എന്തു വേണമോ അത് ചെയ്യണം. തത്ര ബാല്യോ അർജുനോ രാജൻ യതി മത്പ്രിയമിച്ഛസി തേജോവധശ്ച തേ കാര്യഃ സൗദേർ അസ്മജ്ജയാവഹഃ. തത്ര ബാല്യോ അർജുനോ രാജൻ യതി മത്പ്രിയമിച്ഛസി. എനിക്ക് എന്തെങ്കിലും പ്രിയം ചെയ്യണം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണല്ലോ ഇവിടെ വന്നത്. അങ്ങനെയാണെങ്കിൽ അർജുനനെ രക്ഷിക്കണം അങ്ങ്. ദുര്യോധന്റെ കൂടെ നിന്ന് എന്തൊക്കെ വേണമെങ്കിൽ അവിടെ ചെയ്തോളൂ ശാരീരികമായി. മനസ്സാ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അതിനെനിക്ക് പറയാനുള്ളത് എന്താ? തേജോവധശ്ച തേ കാര്യഃ സൗദേഹ അസ്മജ്ജയാവഹഃ.
ഞങ്ങളുടെ ജയം ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ കർണനെ നിർവീര്യനാക്കണം. അതിനൊരു വഴിയേ ഉള്ളൂ. ശരീരം കൊണ്ട് എത്ര പടപൊരുതാൻ പരിശ്രമിച്ച അമ്പും വില്ലും തഴക്കവും പഴക്കവും ഒക്കെ ഉണ്ടെങ്കിലും മനസ്സ് ഉജ്ജ്വലമായി ഉത്സാഹ നിർഭരമായി നിന്നാലേ എന്ത് കാര്യവും നടത്താൻ പറ്റുള്ളൂ. അപ്പോ കേൾക്കുന്നുണ്ടോ നിങ്ങള്? കർണന്റെ മനസ്സിനെ നിർവീര്യപ്പെടുത്താനുള്ള തേജോവധം അങ്ങ് ചെയ്യണം എന്നാ പറയണത്. അകർത്തവ്യമതി അതൊക്കെ അകർത്തവ്യമഭിഹ്യേതത് കർത്തുമർഹസി മാതുല. ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, എന്നാലും ചെയ്തേ തീരൂന്ന്. ഞാനിത് എന്തിനാ നിങ്ങളോട് പറയണത് എന്ന് പറഞ്ഞാൽ, നല്ല കാര്യം ചെയ്യാൻ പുറപ്പെടുമ്പോൾ എപ്പോഴും അത് എളുപ്പമായി എന്ന് വിചാരിക്കരുത്. ലോകത്തിൽ ഭിന്നരുചിക്കാരാണ്, പലർക്കും പലതരത്തിലുള്ള മനോവൃത്തികളാണ്. അങ്ങനെ അനവധി ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന സമയത്ത് ഒരു മനുഷ്യൻ നന്നായതുകൊണ്ട് മാത്രം ആ നന്മ നേടിയെടുക്കാൻ സാധിക്കില്ല. അതിന് കടമ്പകളും പ്രതിബന്ധങ്ങളും ഗൂഢോദരങ്ങളും ഒക്കെ കുറേ കൂടുതലാവും. അങ്ങനെ ഒക്കെ ആവുമ്പോൾ സമയസന്ദർഭത്തിനനുസരിച്ച് നന്മയിൽ ഉറച്ചു നിൽക്കുന്നവൻ അത് സമർത്ഥിക്കണം എന്ന് വിചാരിക്കുമ്പോൾ അതിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. ആ പ്രഹ്ലാദൻ ഒരു കൊച്ചുകുട്ടി, അദ്ദേഹത്തിന്റെ ഭക്തിയുടെ പേരിൽ ആ പ്രഹ്ലാദന് എന്തൊക്കെ വേണ്ടി വന്നു? അച്ഛന്റെ മുൻപിൽ ഒരു നൂല് പഴുതിന് ഇടകൊടുക്കാതെ അവിടെ ഉറച്ചങ്ങോട്ട് നിന്നു. ആശയ സംഘട്ടനമാണ് അച്ഛനും മകനും തമ്മിലുണ്ടായത്. ആ സംഘട്ടനത്തിന്റെ പേരിൽ ശ്രീഹരിക്ക് പുതിയ ഒരു രൂപമെടുക്കേണ്ടി വന്നു, നരസിംഹത്തിന്റെ രൂപം. എന്നിട്ട് ആ കൊച്ചു പ്രഹ്ലാദന്റെ മുൻപിൽ വെച്ചിട്ടാണ് അച്ഛനും ശ്രീഹരിയും തമ്മിലുള്ള പൊരിഞ്ഞ യുദ്ധം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഭക്തിയുണ്ടല്ലോ, നിങ്ങളുടെ ഈശ്വരൻ നിങ്ങളുടെ മുൻപിൽ വന്ന് നിങ്ങളുടെ അച്ഛനും ഈശ്വരനുമായിട്ടൊരു പൊരിഞ്ഞ യുദ്ധം നടന്നാൽ അത് നിങ്ങൾ എങ്ങനെ നോക്കിക്കാണും, സഹിക്കുമെന്ന് ആലോചിക്കൂ. ഏത് മകനാണത് ഇഷ്ടപ്പെടുക? പ്രഹ്ലാദന് ഹിരണ്യകശിപുവിന്റെ നേരെ ഒരു വെറുപ്പുമില്ല, ഹരിയുടെ നേരെ ഭക്തിയുണ്ടെന്നേ ഉള്ളൂ. അച്ഛനോട് വെറുപ്പില്ല. അച്ഛന് ശ്രീഹരിയോട് വെറുപ്പുണ്ട്. ആ വെറുപ്പ് വരുത്തി തീർത്തതാണ് ഈ ദുരന്തം. അതിന് താൻ ശോകമൂകമായി ദൃക്സാക്ഷിയായി ഇരിക്കും വേണം. അപ്പൊ മകന്റെ മുൻപിൽ വെച്ചിട്ടാണ് അച്ഛനെ കൊന്ന് കൊടൽമാലയെടുത്ത് കഴുത്തിലിട്ട് സിംഹാസനത്തിലിരുന്ന് നെടുവീർപ്പിടാൻ പുറപ്പെട്ടത്. ഇത് കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വന്നു പ്രഹ്ലാദന്. നിങ്ങളൊരു ഭക്തനാണെങ്കിൽ നിങ്ങളിത് ഇഷ്ടപ്പെടുവോ എന്ന് എന്നോടൊന്ന് പറയാമോ? സ്വന്തം അച്ഛനെ ഇങ്ങനെ കൊല്ലിക്കേണ്ടി വരുന്നത് ഒരു നിലയ്ക്ക്. ജീവിതത്തിൽ അതൊക്കെ വേണ്ടിവരും. മനുഷ്യരാശി അത്ര സങ്കീർണമാണ്. ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും, അകൃത്യങ്ങൾ ചെയ്യേണ്ടി വരും. ധർമ്മത്തിന് വിജയം വരണമെങ്കിൽ അത് വളരെ നൂലാമാലാതില് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് ഓർമ്മ വരികയാണ്, ശ്രീരാമനും സീതയും കൂടി കാട്ടിലേക്ക് പോയി, ലക്ഷ്മണനും ഉണ്ട് കൂടെ, അവര് രണ്ടുപേരെ നോക്കാൻ. അവസാനം മാരീചൻ വന്നു, അറിഞ്ഞില്ല, സ്വർണമാനാണെന്ന് പറഞ്ഞു. അതിന്റെ തോലെങ്കിലും എനിക്ക് കിട്ടിയാൽ കൊള്ളാം, നമുക്ക് രണ്ടാൾക്കും കൂടി ഇരിക്കാമല്ലോ മടങ്ങിപ്പോയ രാജധാനിയിൽ എന്നൊക്കെ പറഞ്ഞ് സീത രാമനോട് പറഞ്ഞപ്പോ ലക്ഷ്മണൻ ഇടയിൽ വന്ന് സംസാരിച്ചു. ജ്യേഷ്ഠ, ഇത് സ്വർണമാനല്ല, ഇത് രാക്ഷസന്മാരുടെ മായാസൃഷ്ടിയാണ്, അതുകൊണ്ട് അതിന്റെ പിന്നാലെ പോകരുത് എന്ന്. ലക്ഷ്മണൻ എന്ന് പറഞ്ഞാൽ വെറും സഹോദരനാന്ന് നിങ്ങൾ വിചാരിക്കരുത്. 5-6 കൊല്ലം കഴിഞ്ഞൊന്നും പ്രസവിച്ചതല്ല. 2 അമ്മമാർക്ക് 2 സ്ത്രീകൾക്കുണ്ടായ കുട്ടികളാണ്. മിനിറ്റുകളോ സെക്കൻഡുകളോ വ്യത്യാസമുള്ളൂ. ഈ 4 കുട്ടികളും പ്രസവിക്കുന്ന സമയത്ത് ഒരേ ഗർഭത്തിൽ നിന്നാണല്ലോ, സമയത്തിലെ ഗർഭത്തിൽ നിന്നാണല്ലോ. അപ്പൊ തുല്യപ്രഭാവിയാണെന്ന് വരെ പറയണം ലക്ഷ്മണനെ. ആ ലക്ഷ്മണൻ പറഞ്ഞപ്പോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒന്നാ പറയാനുള്ളത്, നിന്റെ ജ്യേഷ്ഠത്തിയമ്മ ഒന്നും ആവശ്യപ്പെടാറില്ല, ഇത് ആവശ്യപ്പെട്ടു, ഞാൻ നിറവേറ്റി കൊടുക്കാം. നീ പറയുന്നത് പോലെ മായാവി ആണെങ്കിലോ ഞാൻ അവനെ ശിക്ഷിക്കും, കൊല്ലും വേണം എന്ന് പറഞ്ഞിട്ടാ പോയത്. അങ്ങനെ സീത പെട്ടെന്ന് അപഹരിക്കപ്പെട്ടു മിനിറ്റുകൾക്കുള്ളിൽ. എന്നിട്ട് രാവണൻ സീതയെയും കൊണ്ടങ്ങനെ പറക്കുകയാണ്. ജടായു തടുത്തു നിർത്തി. പൊരിഞ്ഞ യുദ്ധം നടന്നു. ജടായുവിന്റെ 2 ചിറക് അറുത്തിട്ടു. ആ കാര്യത്തിൽ രാവണന് വിമാനവും കൊണ്ട് താഴത്തിറങ്ങേണ്ടി വന്നു. താഴത്തങ്ങടെ ഇറങ്ങിയപ്പോ എന്തുണ്ടായി? ഉടനെ സീത പുറത്തേക്കാ ചാടി വിമാനത്തിൽ നിന്ന്. അത് കഴിഞ്ഞ് കുറച്ച് വിശ്രമമൊക്കെ കഴിഞ്ഞ് സീതയെ വരൂ ജാനകി എന്ന് പറഞ്ഞപ്പോൾ ജാനകി വരാൻ കൂട്ടാക്കിയില്ല. മരത്തിൽ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് മുറുക്കി അങ്ങോട്ട് ഇരുന്നു. ആ ഇരുന്ന സമയത്ത് രാവണൻ എന്ത് ചെയ്തു അത്രേ? ആ സീതയുടെ മുടി പിടിച്ച് അങ്ങോട്ട് വലിച്ചു.
മുടി പിടിച്ചങ്ങോട്ട് വലിച്ചപ്പോ ബ്രഹ്മാവ് കൈ കൊട്ടി ചിരിച്ചു അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇല്ല എന്നാ തോന്നുന്നത്. ബ്രഹ്മാവ് കൈ കൊട്ടി ചിരിച്ചു. എന്റെ ഉദ്ദേശം നടന്നു. ഇനി രാവണന് രക്ഷയില്ല. ആ രാവണനെ വധിക്കാനുള്ള സർവ്വ അവകാശവും ശ്രീരാമന് കിട്ടിക്കഴിഞ്ഞു. അയാൾ ലങ്കയിലാവട്ടെ, വേറെ വല്ല ഉപഭൂഖണ്ഡത്തിലാവട്ടെ, രാമൻ അവിടെ എത്തിക്കോളും. തന്റെ ധർമ്മപത്നിയെ തേടിപ്പിടിച്ച് ചെല്ലും, രാവണനെ വധിക്കും എന്ന് പറഞ്ഞ് മഹർഷിമാർക്ക് സന്തോഷവും സന്താപവും ഉണ്ടായി അത്രേ. സന്തോഷം എന്തുകൊണ്ട്? രാവണന്റെ ആ ദുഷ്ട ഭരണമുണ്ടല്ലോ, അത് നിർത്താനുള്ള അവകാശവും സമ്മർദ്ദവും ഒക്കെ ആയിക്കഴിഞ്ഞു എന്ന്. പാവം ഈ സീതയ്ക്ക് ഇങ്ങനെയുള്ള ഗതികേട് വന്നൂലോ പരഹസ്തങ്ങളിൽ എന്ന് പറഞ്ഞിട്ടുള്ള സങ്കടവും. ഇതെന്തിനാ ഞാൻ പറയണത്? മഹാഭാരതം ലോകത്തിൻ്റെയും മനുഷ്യരാശിയുടെയും ചരിത്രം തൊലിയുരിച്ച് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വിഷമം വന്നാലും, അയ്യോ ഇത്രയോ എൻ്റെ ഭഗവാനെ ഇതെന്തിനാ എനിക്ക്, ഇതൊന്നും ചോദിക്കരുത്. നിങ്ങളുടെ ഭക്തി ഉറച്ച് നിങ്ങൾ അങ്ങോട്ട് ഇരിക്കണം. എന്ത് യാതന വേണമെങ്കിൽ വന്നോട്ടെ. ഒരാൾ തലമുടി അങ്ങോട്ട് പിടിച്ചു വലിച്ചു, അതുകൊണ്ട് ഇപ്പൊ എന്തായി? എന്തെങ്കിലും ആവുമോ? മുടി മുഴുവനും പോയോ? എന്നാ പിന്നെ മുളയ്ക്കൂല്ലോ രണ്ടാമത്. ഈ ചില്ലറ കാര്യങ്ങൾ വെച്ച് വലിയ മഹത് കാര്യങ്ങൾ നടത്താൻ ഇങ്ങനെ ചില സമ്മർദ്ദങ്ങളും പ്രത്യേകതകളും ഒക്കെ വേണ്ടിവരും. നിഷ്ഠുരമായ ചില പ്രവൃത്തിക്ക് നമ്മളെ എരയാവേണ്ടിയൊക്കെ വരും. ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ നിന്ന്. അപ്പോ അങ്ങനെ ഒരു പ്രത്യേക സന്ദർഭമാണ് ഇപ്പൊ യുധിഷ്ഠിരനും പിണഞ്ഞത്. അകൃത്യമാണെങ്കിലും ചെയ്യേണ്ടി വന്നു. ക്രോശന്തീം രാമരാമേതി രാമേണ രഹിതാം വനെ ജീവിതാന്തായ കേശേഷു ജഗ്രാഹാന്തകസന്നിഭ. അന്തകസന്നിഭനായിരിക്കുന്ന രാവണൻ കിടന്നങ്ങോട്ട് പിടിച്ചു അത്രേ. കൃതം കാര്യമിതി ശ്രീമാൻ വ്യാജഹാര പിതാമഹ പ്രഹൃഷ്ടാ വ്യഥിതാശ്ചാസൻ സർവേ തേ പരമർഷയഃ ദൃഷ്ട്വാ സീതാം പരാമൃഷ്ടാം ദണ്ഡകാരണ്യവാസിനഃ രാവണസ്യ വിനാശം ച പ്രാപ്തം ബുദ്ധ്വാ യദൃച്ഛയാ. ദണ്ഡകാരണ്യവാസികൾ മുഴുവൻ എന്തു ചെയ്തു? രാവണന്റെ വധം ഉറച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവർക്ക് മനസ്സിന് ഒരു കൃതാർത്ഥത. അതിനു മുമ്പ് ഈ രാവണൻ എന്ത് ചെയ്തിരുന്നു? 14,000 പടകളെ ജനസ്ഥാനത്ത് കൊണ്ട് പാർപ്പിച്ചിരുന്നു, കരദൂഷണ ത്രിശിർസുമാരുടെ നേതൃത്വത്തിൽ. ആ 14,000 പടയാണ് ശ്രീരാമൻ ഒറ്റയ്ക്ക് കൊന്നൊടുക്കിയത്. അതിനെ തുടർന്നാണ് ശൂർപ്പണയ്ക്ക് പോയതും രാവണന്റെ അടുത്ത് സീതയുടെ അഴകിനെപ്പറ്റി വർണ്ണിച്ചതും അന്തഃപുരത്തിലേക്ക് ആ സതീരത്നവും കൂടി ഉണ്ടായാലേ ചേട്ടന് സമാധാനമാവുള്ളൂ എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ നടന്നതാ. ഇതൊക്കെ രാമായണം വാൽമീകി മഹർഷി പറയണത് എന്തിനാ? സജ്ജനങ്ങളുടെ ജീവിതത്തിൽ പോലും ഇങ്ങനെയുള്ള അഗ്നിപരീക്ഷകളും പ്രഹേളികകളും വടംവലികളും സംഘർഷങ്ങളും സമ്മർദ്ദങ്ങളും എല്ലാം ഉണ്ടാവും. ഇത് ഉണ്ടാവുന്ന സമയത്ത് വലിയ ഒരു നേട്ടം, വലിയ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് സമാധാനിച്ചിരിക്കണം. ശല്യൻ മറുപടി പറയാണ്, ശൃണുപാണ്ഡവതേ ഭദ്രം യദ്ബ്രവീഷി മഹാത്മനഃ തേജോവധ നിമിത്തം മാം സൂതപുത്രസ്യ സംഗമേ അഹം തസ്യ ഭവിഷ്യാമി സംഗ്രാമേ സാരഥിർധ്രുവം വാസുദേവേന ഹി സമം നിത്യം മാം സഹി മന്യതേ തസ്യാഹം കുരുശാർദൂല പ്രദീപമഹിതം വചഃ ധ്രുവം സംകഥയിഷ്യാമി യോദ്ധുകാമസ്യ സംയുഗേ. അത് കേട്ട ഉടനെ ശല്യൻ പറയുകയാണ്. ഏത് ശല്യനാ പറഞ്ഞത്? ദുര്യോധനന് വരം കൊടുത്ത് തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് തൻ്റെ മനസ്സന്തോഷത്തിൻ്റെ പേരിൽ ഒക്കെ സന്തുഷ്ടനായിട്ട് പറഞ്ഞ അതേ ശല്യൻ ഇവിടെ വന്ന് പറയുന്ന വാക്കാണ്. അഹം തസ്യ ഭവിഷ്യാമി സംഗ്രാമേ സാരഥിർധ്രുവം. കർണന്റെ സാരഥിയായി തീരും ഞാൻ. വാസുദേവേന ഹി സമം നിത്യം മാം സഹി മന്യതേ. വാസുദേവന് തുല്യനായിട്ടാണ് എന്നെ കണക്കാക്കണത്. ആ വാസുദേവ തുല്യനാണ് ഞാൻ എന്ന് അയാൾ പറഞ്ഞു. ദുര്യോധനൻ പറയുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞ മാതിരി ഞാൻ ചെയ്യാം. തസ്യാഹം കുരുശാർദൂല പ്രദീപം അഹിതം വചഃ ധ്രുവം സംകഥയിഷ്യാമി യോദ്ധുകാമസ്യ സംയുഗേ. ഒരു ഭാഗത്ത് ദുര്യോധനൻ പറഞ്ഞതിന് ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പക്ഷത്തിൽ ചേരാം. മറുഭാഗത്ത് ഞാനും എൻ്റെ അവകാശവും എൻ്റെ സ്വാതന്ത്ര്യവും പിടിച്ചു വെച്ച് അർജുനന് ജയമുണ്ടാവത്തക്ക വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞോളാം. യഥാസഹൃദ ഹൃദദർപ്പശ്ച ഹൃദതേജാശ്ച പാണ്ഡവ ഭവിഷ്യതി സുഖം ഹന്തും സത്യമേ തദ്ബ്രവീമിതേ. ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തേജോവധം ചെയ്ത്
കർണൻ ദുർബലനാകുന്ന സമയത്ത് നിന്റെ അനിയൻ അർജുനനെ കൊല്ലാൻ വളരെ സുഗമമായി തീരും എന്ന് പറഞ്ഞിട്ടാ അവിടെ പോയത്. എന്നിട്ട് ശല്യൻ തിരിച്ചു ചെന്നിട്ട് അവര് സാരഥിയാവണം എന്നുള്ള വാഗ്വാദങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ന്യായപൂർവ്വം അവിടെയൊക്കെ ചർച്ചയാണ്. വെറുതെ അങ്ങനെ ഒരു ഓർഡർ കൊടുത്ത് ചെയ്യില്ല എന്ന് പറയല്ല. ഓരോന്നിനും കാര്യകാരണങ്ങളോട് കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ സമയത്ത് പറയാണ്, കർണൻ ദുര്യോധനോട് നല്ല സാരഥിയെ ആവശ്യപ്പെട്ടു. ഞാൻ യുദ്ധം ചെയ്യാം, പക്ഷെ എനിക്ക് ഒന്നാം തരം സാരഥിയെ തരണം. അപ്പൊ അത് കേട്ടിട്ട് ശല്യനോട് ദുര്യോധനൻ പറയാണ്, ത്രിപുരദഹന സമയത്ത് വിഷ്ണുവിന് സാരഥിയായിരുന്നു ബ്രഹ്മാവ്. രഥിയേക്കാൾ യോഗ്യത ഉള്ളവനാണ് സാരഥി. രഥിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് വേണ്ടതുപോലെ പരിഹരിക്കണം. വേണ്ട യോഗ്യതയനുസരിച്ച് തക്കം നോക്കി രഥത്തിനെ തെളിച്ചു കൊണ്ടുപോയി നിർത്തണം. ഇന്നെന്ന ആളോട് യുദ്ധം ചെയ്യൂ, ഇന്നെന്ന അമ്പ് വരെ പ്രയോഗിക്കൂ എന്നൊക്കെ പറയാൻ പറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് ആദ്യം ശല്യൻ നിരസിച്ചു. അത് കർണൻ സൂതപുത്രനാണ്. ആ സൂതപുത്രന് സാരഥിയായിട്ട് ഞാൻ ഇരിക്കേ. അപ്പൊ ദുര്യോധനൻ പറഞ്ഞു, അങ്ങനെയല്ല, സൂതപുത്രനല്ല എന്ന് പറഞ്ഞ് തിരസ്കരിച്ചു. അത് കർണന് ശല്യനേക്കാൾ മികച്ചവനാണെന്ന് പറഞ്ഞപ്പോൾ ശല്യന് അരിശമായി. കർണൻ ശല്യനേക്കാൾ വലിയ യോദ്ധാവാണ്, മഹാരഥിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് സാരഥിയാവുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞപ്പോ ശല്യൻ അത് വലിയ ചൊടിയായി. ആ ചൊടിക്ക് മറുപടിയായിട്ട് പറയാണ്, കർണസാരഥി ആവാൻ വേണ്ടിയിട്ട് പറയാണ്, കർണോപ്യഭ്യധിഹ പാർത്ഥാത് അസ്ത്രൈരേവ നരർഷഭ ഭവാനഭ്യധിക കൃഷ്ണാത് അശ്വജ്ഞാനേ ബലേ തഥാ. നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടാവണുണ്ടാവോ ഞാൻ പറയണത്? കേൾക്കുന്നുണ്ടോ? ഞാൻ വെറും കഥ പറയുകയാണോ അതോ മനുഷ്യ ചരിത്രം, മനുഷ്യന്റെ മനസ്സിനെ തുറന്നു കാണിക്കേ? കർണോപി അഭ്യധിക പാർത്ഥാത് അസ്ത്രൈരേവ നരർഷഭ ഭവാനഭ്യധിക കൃഷ്ണാത് അശ്വജ്ഞാനേ ബലേ തഥാ. ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങ് അർജുനന് സാരഥിയാവാൻ തയ്യാറുണ്ടാവില്ലേ? ഉണ്ടാവും. എന്നാൽ അർജുനേക്കാൾ കേമനാണ് ആര്? കർണൻ. അങ്ങയെ സംബന്ധിച്ചിടത്തോളം ഭവാനഭ്യധിക കൃഷ്ണാത് അശ്വജ്ഞാനേ ബലേ തഥാ. കുതിരകളുടെ ഗതിവിഗതികൾ മനസ്സിലാക്കാൻ, യുദ്ധം ചെയ്യുന്നതിൻ്റെ ഓരോരോ സൂത്രങ്ങളും കൗശലങ്ങളും അറിയുന്നതിൽ ഇതിലൊക്കെ കൃഷ്ണനേക്കാൾ അങ്ങയ്ക്ക് നൈപുണ്യം കൂടുതലാണ്. യഥാശ്വഹൃദയം വേദ വാസുദേവോ മഹാമനാഃ ദ്വിഗുണം ത്വം തഥാ വേസി മദ്രരാജേശ്വരാത്മജ. യഥാ അശ്വഹൃദയം വേദ വാസുദേവോ മഹാമനാഃ. കുതിരകളുടെ ഹൃദയം, മനസ്സ് മനസ്സിലാക്കുന്നതിൽ വാസുദേവന്, കൃഷ്ണന് എത്രത്തോളം സാമർഥ്യവും ഉള്ളുദൃഷ്ടിയുമുണ്ടോ അതിനേക്കാളൊക്കെ കൂടുതലാണ് ദ്വിഗുണം ത്വം യഥാവേസി. അതിൻ്റെ രണ്ടിരട്ടിയാണ് അങ്ങയ്ക്ക് അശ്വജ്ഞാനം. ഇതങ്ങോട്ട് കേട്ടപ്പോ യന്മാം ബ്രവീഷികാന്ധാരേ മധ്യേ സൈന്യസ്യ കൗരവ വിശിഷ്ടം ദേവകീപുത്രാത് പ്രീതമാനസ്മ്യഹം ത്വയി. നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയുന്നത്? ഇങ്ങനെ അവര് രണ്ടുപേരും തമ്മിൽ സംവാദം നടക്കുമ്പോ യന്മാം ബ്രവീഷികാന്ധാരേ മധ്യേ സൈന്യസ്യ കൗരവ, കുരു സൈന്യങ്ങൾ മുഴുവനുള്ളപ്പോ ആ സൈന്യത്തിന്റെ മധ്യത്തിൽ വെച്ച് ദുര്യോധനൻ എന്നോട് പറയാണ്, എന്ത്? ദേവകീപുത്രാത് വിശിഷ്ടം. ദേവകിയുടെ പുത്രൻ കൃഷ്ണനുണ്ടല്ലോ, ആ കൃഷ്ണനേക്കാൾ കേമനാണ് ഞാൻ, നിപുണനാണ് ഞാൻ. കുതിരകളുടെ മനസ്സും ഗതിയും വിഗതിയും ഒക്കെ അറിയാം. അവരെ തെളിച്ചു കൊണ്ടുപോയി രഥിയെ ജയിപ്പിക്കാനുള്ള സാമർഥ്യം കൃഷ്ണനേക്കാൾ കൂടുതലാണ് എനിക്ക് എന്ന് ഇങ്ങനെ തുറന്ന് നിറഞ്ഞ സൈന്യങ്ങളുടെ മധ്യത്തിൽ വന്ന് പറഞ്ഞില്ലേ? മതി. ഹൃദയം കുളിർത്തു, സന്തോഷായി. ഞാൻ എന്തു വേണോ അത് ചെയ്യാം എന്ന് പറയാ. ഞാൻ ഇന്ന് കാലത്ത് ഞങ്ങളുടെ ആശ്രമത്തിൽ സംസാരിക്കുകയായിരുന്നു. എന്താ? എല്ലാവരുടെ മധ്യത്തിലും വെച്ച് ഞാൻ കൃഷ്ണനേക്കാൾ മേലെയാണെന്ന് പറഞ്ഞുല്ലോ എന്നാണ് ശല്യന്റെ പ്രതികരണം. വാസ്തവത്തിൽ നല്ല മനുഷ്യരുടെ ലക്ഷണം എന്താ? എല്ലാവരും ഇരിക്കുമ്പോൾ അതാ കേമനാണ് എന്നങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തുള്ളിച്ചാഴ്. നമുക്ക് കേമത്വം ഉണ്ടെങ്കിൽ അത് വേണ്ടതുപോലെ ബാക്കിയുള്ളവരെ ഒരാൾ അറിയുന്നതിൽ തെറ്റില്ല. അത് എല്ലാവരെയും വിളിച്ച് പറഞ്ഞ് പ്രഖ്യാപിച്ചത് കൊണ്ട് നമുക്കിപ്പോൾ എന്താ കിട്ടുക? ഇതിനാണ് കൃഷ്ണൻ ഗീതയിൽ പറയുന്നത് 20-ാം അധ്യായത്തിൽ അമാനിത്വം അദംഭിത്വം
അഹിംസാക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ. ഒരു ജ്ഞാനി, ഒരു പണ്ഡിതൻ, ആ ആൾക്കുള്ള ലക്ഷണങ്ങൾ 20 എണ്ണമാണെന്ന്. ആ 20 എണ്ണത്തിൽ ആദ്യത്തത് അമാനിത്വം. എന്ത്? അമാനിത്വം. ഞാൻ മാന്യാണ്, ബഹുമാന്യനാണ്, ആദരാർഹനാണ് എന്നിങ്ങനെ വിചാരിച്ച് ആ ഒരു ഭാവേ നമുക്ക് പാടില്ല. നമുക്ക് ഗുണങ്ങളുണ്ടോ, മൂല്യങ്ങളുണ്ടോ, വിശേഷങ്ങളുണ്ടോ, സ്വഭാവ വിശേഷമുണ്ടോ, പെരുമാറ്റ സൗഷ്ഠവമുണ്ടോ, അത് ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ. അത്യാവശ്യത്തിന് ബാക്കിയുള്ളവർ അത് അറിഞ്ഞാൽ വിരോധമില്ല, അവർക്ക് നല്ലത്, നമുക്കല്ല. പക്ഷെ എന്നെ ആദരിക്കണം 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 എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട ആവശ്യമില്ല. ആ അമാനിത്വം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ശല്യൻ ഇങ്ങനെ കുടുങ്ങണത്. ദുര്യോധൻ കേട്ടിട്ട് പറയാണ്, ഏവം സ ഭഗവാൻ ദേവ സർവലോക പിതാമഹ സാരഥ്യമകരോത്തത്ര ബ്രഹ്മ രുദ്രോ അഭവദ്രഥീ. ബ്രഹ്മാവ്, രുദ്രൻ അവരെല്ലാവരും ചെയ്തതുപോലെ അങ്ങ് സാരഥിയായിട്ടിരിക്കൂ, അത് വലിയ കാര്യമാണെന്ന്. ശല്യൻ മറുപടി പറയാണ്, സമയശ്ചൈമേ വീര കശ്ചിത് വൈകർത്തനം പ്രതി ഉത്സൃജേയം യഥാശ്രദ്ധം അഹം വാചോസ്യ സന്നിധൗ. ഒരു കാര്യം, സാരഥിയായിരിക്കണമെന്ന് ദുര്യോധന ആവശ്യപ്പെടുന്നു. ഞാനതിന് സമ്മതിക്കും. അതിന് സമ്മതിക്കുന്നതോടുകൂടി എൻ്റെ മനസ്സിൻ്റെയും ചിന്താഗതിയുടെയും സ്വാതന്ത്ര്യം ദുര്യോധനൻ തടയാൻ പാടില്ല. അതിനുള്ള അവകാശം എനിക്കുണ്ട്. സമയശ്ചിമേ വീര കശ്ചിത് വൈകർത്തനം പ്രതി ഉത്സൃജേയം യഥാശ്രദ്ധം അഹം വാചോസ്യ സന്നിധൗ. സാരഥിയായിരുന്ന കർണനും അർജുനും കൂടി യുദ്ധം നടക്കുന്ന സമയത്ത് കർണനോട് ഓരോ സമയത്തും എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറയുന്നു. അതിൽ നിന്ന് മാത്രം എന്നെ വിലക്കാൻ പാടില്ല. താൻ ഇഷ്ടപ്രകാരം, തൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ സാരഥിയാവണു. പക്ഷെ സാരഥിയായതുകൊണ്ട് എനിക്ക് അറിയുന്നതും ഞാൻ ഉദ്ദേശിക്കുന്നതുമായ കാര്യങ്ങൾ പറയരുത് എന്ന് പറയരുത്. എനിക്ക് എൻ്റെതായ വിലമതിപ്പുണ്ട്, കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ദുര്യോധനൻ പറഞ്ഞു, തഥേതി രാജൻ പുത്രസ്തേ സഹ കർണേന മാരിഷ അബ്രവീൻ മദ്രരാജാനം സർവ ക്ഷത്രസ്യ സന്നിധൗ. ക്ഷത്രിയന്മാരെല്ലാവരും ഇരിക്കുന്ന സമയത്ത് അതിന് സമ്മതിച്ചു കഴിഞ്ഞു. ആര്? ദുര്യോധനൻ. നോക്കൂ നോക്കൂ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ പ്രകൃതി, കൊടുമ്പിരി എത്രയുണ്ടെന്നുള്ളത്. ശല്യനെ തട്ടിച്ചെടുത്താലും ശല്യന്റെ മനസ്സിൽ യുധിഷ്ഠിരനോടുള്ള അനുഭാവം പോകുന്നതല്ല. അവർ തമ്മിൽ ബന്ധമുണ്ട്, മരുമകനുമാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു കളവും ചതിയും പ്രയോഗിച്ചിട്ടാണ് തട്ടിച്ചത്. ആ തട്ടിച്ചതിന് എന്തോ കാരണത്താൽ ഇരയായി ശല്യൻ. അതുകൊണ്ട് തൻ്റെ മനസ്സ് പൂർണ്ണമായി ദുര്യോധന പക്ഷത്തിലുണ്ട് എന്നില്ല. യുധിഷ്ഠിരൻ ചെന്ന് പറഞ്ഞു, സമ്മതിച്ചു, സ്വീകരിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ദുര്യോധന്റെ ആവശ്യം നിറവേറ്റി. എന്നിട്ട് പറയാണ്, എനിക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാകും. ശല്യൻ പറയാ, യത്തു കർണമഹം ബ്രൂയാം ഹിതകാമപ്രിയാ പ്രിയേ മമത ക്ഷമതാം സർവം ഭവാൻ കർണശ്ച സർവശഃ രഥിനോപ്യധികോ വീര കർത്തവ്യോ രഥസാരഥി തസ്മാത് ത്വം പുരുഷവ്യാഘ്ര നിയച്ഛ തുരഗാന്യധി. യത്തു കർണമഹം ബ്രൂയാം ഹിതകാമഃ പ്രിയാ പ്രിയേ മമത ക്ഷമതാം സർവം ഭവാൻ കർണശ്ച സർവശഃ. പോര് കൊടുമ്പിരി കൊള്ളുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയും. ആ പറഞ്ഞത് ഒരു പക്ഷേ എനിക്ക് ഹിതമാണെങ്കിലും നിങ്ങൾക്ക് ഹിതമല്ലെന്ന് വരാം. ഞാൻ എന്ത് പറയാൻ പോകുന്നുണ്ടെങ്കിലും അത് നിങ്ങൾ രണ്ടുപേരും ക്ഷമിക്കണേ എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞു. ഭീഷ്മൻ ദുര്യോധനോട് സംസാരിക്കുകയാണ്. ആ ദുര്യോധനോട് സംസാരിക്കുന്ന സമയത്ത് സേനാധിപതിയാക്കി വെച്ചുല്ലോ. സംസാരിക്കുമ്പോൾ പറയാണ്, അഭിചൈവമയാ ശ്രേയോ വാച്യം തേഷാം നരാധിപ സംയോദ്ധവ്യം തവാർത്ഥായ യഥാമേ സമയകൃത. അഭിചൈവമയാ ശ്രേയോ വാച്യം തേഷാം നരാധിപ. നീ ആവശ്യപ്പെടുന്നത് എന്താ? ഞാൻ സേനാപതിയായിരിക്കണമെന്ന്. സേനാപതിയായിരിക്കാം, സൈന്യങ്ങളെ വേണ്ടതുപോലെ ഞാൻ വ്യൂഹം ചെയ്യാം, പടയും പൊരുതാം. പക്ഷെ എൻ്റെ മനസ്സിൽ പാണ്ഡവന്മാരുടെ ശ്രേയസ്സായിരിക്കും എപ്പോഴും മുന്തി നിൽക്കുന്നത്. സംയോദ്ധവ്യം തവാർത്ഥായ, നിനക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യാം. യഥാമേ സമയകൃത, ഞാൻ നിശ്ചയിച്ചതുപോലെ.
നത്വേവോത്സാദനീയം മേ പാണ്ഡോഃ പുത്രാഃ ജനാധിപ തസ്മാദ് യോധാൻ ഹനിഷ്യാമി പ്രയോഗേണായുധം സദാ. നത്വേവോത്സാദനീയം മേ പാണ്ഡോഃ പുത്രാ ജനാധിപ. പാണ്ഡവന്മാരെ ഞാൻ ഹരിക്കില്ല, എന്നാൽ ആ സേനയിലുള്ള ആയിരക്കണക്കിന് പടകളെ ഞാൻ കൊന്നൊടുക്കാം. ഇതൊക്കെ നടന്നു അവിടെ. ഈ നടന്ന പശ്ചാത്തലത്തിലാണ് യുധിഷ്ഠിരൻ അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇത് ഞാൻ എന്തിനാ പറഞ്ഞത്? ആദ്യത്തെ ശ്ലോകം കിം അകുർവത സഞ്ജയ എന്നൊരു ചോദ്യ. യുദ്ധക്കളത്തിൽ രണ്ടു കൂട്ടരും വന്നു കൂടിയല്ലോ. കൂടിയതിന് ശേഷം എന്താണ് എൻ്റെ പുത്രന്മാരും പാണ്ഡവന്മാരും ചെയ്തത് എന്നിങ്ങനെ പറയുമ്പോ യുധിഷ്ഠിരൻ ധർമ്മബുദ്ധി വർത്തിച്ച് യുദ്ധം ഉപേക്ഷിച്ചുവോ? ദുര്യോധനന്റെ അധർമ്മത്തിന് എന്തെങ്കിലും കുറവ് വന്നോ? എന്നിട്ട് യുദ്ധത്തിന്റെ ഗതി മാറിയോ? എങ്ങനെയുള്ള ഒരു വ്യാഖ്യാനം ആ ശ്ലോകത്തിന് പ്രസക്തമല്ല. എന്താ കാരണം? സഞ്ജയൻ ഭാരതഭൂമിയുടെ വിവരണമൊക്കെ നിർത്തി യുദ്ധം തുടങ്ങിയപ്പോൾ ഓടിച്ചെന്നു. അവിടെ യുദ്ധം തുടങ്ങി അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുമ്പോൾ തിരിച്ചു വരാൻ പറ്റിയില്ല. 1, 2, 3, 4, 5, 6, 7, 8 9 ദിവസമായി. ആ 9ാം ദിവസം നടന്നത് എന്താ? മുത്തശ്ശന്റെ അടുത്ത് ചെന്ന് കുറേ പരാതി പറയുക. മുത്തശ്ശ, അങ്ങയെ ഞാൻ സേനാപതിയാക്കി നിർത്തി. എൻ്റെ ഉദ്ദേശം അങ്ങ് അജയ്യനാണ്, അതുകൊണ്ട് ഒരു പേടിയും എനിക്ക് വേണ്ട. കൂട്ടത്തിലാണെങ്കിൽ ദ്രോണനുണ്ട്, കൃപനുണ്ട്, ശല്യനുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് എന്തിനാ ഇനി പേടിക്കണേ? വേണ്ടി വന്നാൽ കർണനും ഉണ്ട് എന്നൊക്കെ അറിയാം. പക്ഷെ അങ്ങ് വേണ്ടതുപോലെ യുദ്ധം ചെയ്യുന്നില്ലല്ലോ. ഞാൻ ജയിക്കണം എന്ന് വിചാരിച്ച് യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുള്ള പരാതി. ഈ പരാതി അങ്ങോട്ട് കേൾക്കുമ്പോൾ ഭീഷ്മന് മനസ്സിന് വിഷമുണ്ട്. മനസ്സിന് വിഷമുണ്ടെങ്കിൽ എന്തു ചെയ്യും? ഒരു നിലയ്ക്ക് പറയണത് ശരിയാ, താൻ ചെയ്യണതും ശരിയാ. അങ്ങനെ എല്ലാവർക്കും ഉണ്ട് മനസ്സിന് സംഘർഷം. ദയയായതി വാരാജൻ ദ്വേഷ്യഭാവാത് മമ പ്രഭോ മന്ദഭാഗ്യതയാ വാപി മമ രക്ഷസി പാണ്ഡവാൻ അനുജാനീഹി സമരേ കർണം ആഹവശോഭിനം സജേഷ്യതി രണേ പാർത്ഥാൻ സ സുഹൃത് ഗണബാന്ധവാൻ. ഞാൻ പിന്നെയും ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇതൊക്കെ അറിയാൻ ഇഷ്ടമുണ്ടോന്ന്? ദയയായതി വാരാജൻ ദ്വേഷ്യഭാവാത് മമ പ്രഭോ മന്ദഭാഗ്യതയാ വാപി മമ രക്ഷസി പാണ്ഡവാൻ. മുത്തശ്ശന്റെ അടുത്ത് പേരക്കണാവ് ചെന്ന് പറയുന്ന വാക്കാണത്. ദയയാ യതി വാരാജൻ ദ്വേഷ്യഭാവാത് മമ പ്രഭോ. ഒന്നിലോ എന്നോട് ദയവ് തോന്നണം, അല്ലെങ്കിൽ അവരോട് ദേഷ്യം തോന്നണം. എന്തു തന്നെ വന്നാലും മന്ദഭാഗ്യതയാ വാപി മമ രക്ഷസി പാണ്ഡവാൻ. അങ്ങ് ചെയ്യണത് എന്തുകൊണ്ടാ? ദയവ് കൊണ്ടോ? അല്ല എന്നോടുള്ള ദേഷ്യം കൊണ്ടോ? എൻ്റെ ഭാഗ്യം മന്ദമായി പോയി എന്നുള്ളതിനാലോ? പാണ്ഡവാൻ രക്ഷസി. അങ്ങയുടെ യുദ്ധം ഇവിടെ നടന്നാലും പാണ്ഡവന്മാരെ രക്ഷിക്കണം എന്നാണ് അങ്ങയുടെ മനസ്സിലുള്ള വിചാരം. അല്ലെങ്കിൽ ദിവസം എത്ര കഴിഞ്ഞു? 8 ദിവസം കഴിഞ്ഞുല്ലോ. ഇത് 9ാമത്തെ ദിവസമല്ലേ ഇപ്പോ? ഇതിങ്ങനെ ആയാൽ എവിടെ എത്തും? 11 അക്ഷൗഹിണി സേനയാണ് എൻ്റെ ഭാഗത്ത്. എന്നിട്ടും നമ്മൾ യുദ്ധത്തിൽ ഉദ്ദേശമായത് നീങ്ങണില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് എന്താ? അനുജാനീഹി സമരേ കർണം ആഹവശോഭിനം. യുദ്ധത്തിൽ സൂര്യൻ തിളങ്ങുന്ന പോലെ തിളങ്ങുന്നവനാണ് കർണൻ. ആ കർണനെ ഞാൻ സേനാപതിയാക്കട്ടെ? അങ്ങയെ ആക്കി അങ്ങ് ഒഴിവായിക്കോളൂ, ഞാൻ കർണനെ സേനാപതിയാക്കി കളയാം. സജേഷ്യതി രണേ പാർത്ഥാൻ സ സുഹൃത് ഗണബാന്ധവാൻ. ആ കർണൻ ഒറ്റയ്ക്ക് നിന്ന് പൊരുതി ഈ പടയെ മുഴുവൻ നശിപ്പിച്ച് എനിക്ക് ജയം വരുത്തിക്കോളും. ഇതങ്ങോട്ട് കേട്ടപ്പോ ഭീഷ്മൻ മിണ്ടാതെ ഇരുന്നു അത്രേ. പലരുടെ കുടുംബങ്ങളിലും അല്ലെങ്കിൽ ചില കുടുംബങ്ങളിലും മക്കളും ഒക്കെ ഇങ്ങനെ മുത്തശ്ശന്മാരോടൊക്കെ വന്ന് സംസാരിക്കും. മിക്കവാറും പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ടിൽ അവർ സംസാരിക്കുക. അവർക്ക് കൊടുത്തത് അധികമായി, എന്നെ പിടിക്കില്ല, എനിക്ക് മുമ്പേ അറിയുന്ന കാര്യമാണ്, എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചത് വേറെ വല്ലവർക്കും ആണെന്ന് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. യുദ്ധമല്ലെങ്കിലും ഈ പറയുന്നതൊക്കെ സാധാരണമാണ്. അത് കേട്ട് കുറേ നേരം മിണ്ടാതെ ഇരുന്നിട്ട് ഭീഷ്മൻ പറയുകയാണത്രേ, ശരി, നാളെ നിനക്ക് ഞാൻ എൻ്റെ പരാക്രമം കാണിച്ചു തരാമെന്ന്. നാളെയല്ല, ഇന്ന് തന്നെ കാണിച്ചു തരാം. അതിഘോരമായ യുദ്ധമാണ് നടക്കാൻ പോണത്.
അതറിഞ്ഞ് ഭീഷ്മൻ ഈ വാക്ക് പറഞ്ഞപ്പോ ഭീഷ്മന്റെ പ്രത്യേകമായ രക്ഷയ്ക്ക് വേണ്ടി സർവ്വ സൗകര്യങ്ങളും ദുര്യോധനൻ ചെയ്തു അത്രേ. പൊടിച്ച യുദ്ധം. ഭീഷ്മൻ ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നങ്ങനെ ഒടുക്കുകയാണ്. അത് കാണുമ്പോ അർജുനാണ് തടുക്കാനുള്ളവൻ. അർജുനന് തടുക്കാൻ സാധിക്കുന്നില്ല, മനസ്സ് കൂട്ടാക്കുന്നില്ല. അങ്ങനെ അർജുനൻ കൂട്ടാക്കണില്ല എന്ന് കണ്ടപ്പോ വാസുദേവസ്തു സംപ്രേക്ഷ്യ പാർത്ഥസ്യ മൃദുയുദ്ധതാം ഭീഷ്മം ച ചരവർഷാണി സൃജന്തം അനുഷം യുധി. ഈ മുത്തശ്ശൻ ഒരാള് എന്ത് പരാക്രമ എന്ന് കാണിക്കണത്. പാണ്ഡവപ്പട കൊന്നിങ്ങനെ ചെത്തങ്ങട് വീഴുകയാണ്. ഇത് കണ്ടിട്ട് വാസുദേവസ്തു സംപ്രേക്ഷ്യ പാർത്ഥസ്യ മൃദുയുദ്ധതാം, ആ മുത്തശ്ശനെ നേരിടാൻ കനത്ത ഒരമ്പ് ശക്തമായി പ്രയോഗിക്കാൻ അർജുനനോ അർജുനന്റെ ഗാണ്ഡീവമോ തയ്യാറാവുന്നില്ല. ഭീഷ്മനാണെങ്കിൽ ശരവർഷമാണ് നടത്തുന്നത്. ഉത്സൃജ്യ രജതപ്രഖ്യാൻ ഹയാൻ പാർത്ഥസ്യ മാരിഷ വാസുദേവസ്തതോ യോഗി പ്രജസ്കന്ദ മഹാരഥാത്. നിങ്ങൾക്കിതൊക്കെ കേൾക്കുമ്പോ എന്താ തോന്നണത്? ആ സമയത്ത് ഉത്സൃജ്യ രജതപ്രഖ്യാൻ ഹയാൻ പാർത്ഥസ്യ മാരിഷ, ഇതങ്ങോട്ട് കണ്ടപ്പോ കൃഷ്ണന് സഹിച്ചില്ലാത്രേ. കൃഷ്ണൻ വന്നിരിക്കുന്നത് എന്ത് പ്രതിജ്ഞയുടെ മേല? ഞാൻ യുദ്ധമെടുക്കില്ല, നേരിട്ട് യുദ്ധം ചെയ്യില്ല ഒരൊറ്റ ആളോടും, പടക്കോപ്പുകളൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. താനിങ്ങനെ വന്നാലും പാണ്ഡവപക്ഷത്തിന് ജയം കിട്ടണമല്ലോ, അവിടെയല്ലേ ധർമ്മം കിടക്കണത്. ഈ അർജുനാണെങ്കിൽ കൂട്ടാക്കണില്ല എന്ന് കണ്ടപ്പോ ആ കുതിരകളെ അങ്ങോട്ട് വിട്ടു അത്രേ. പാർത്ഥസ്യ മാരിഷ വാസുദേവസ്തതോ യോഗി പ്രജസ്കന്ദ മഹാരഥാത്. ആ വെള്ള കുതിരകളെ അങ്ങോട്ട് വിട്ട് രഥത്തിന്ന് ചാടി അങ്ങോട്ട് ഇറങ്ങി. അഭിദുദ്രാവ ഭീഷ്മം സ ഭുജപ്രഹരണോ ബലി പ്രദോതപാണിസ്തേജസ്വി സിംഹവത് വിനദൻ മുഹുഹു. ആ പോയ പോക്കുണ്ടല്ലോ, സിംഹത്തിനെ പോലെ അലറിക്കൊണ്ടാ പോയത്. ആ പോക്കില് അർജുനൻ പിന്നാലെ ചാടി. അഭിദുദ്രാവ ഭീഷ്മം സ ഭുജപ്രഹരണോ ബലി. എൻ്റെ കയ്യിൽ ആയുധമൊന്നുമില്ല, ഒന്നും വേണ്ട, കയ്യും പൊക്കി അങ്ങോട്ട് അലറിച്ചെന്നു അത്ര ഭീഷ്മനെ തകർക്കണം എന്ന് പറഞ്ഞിട്ട്. പ്രദോതപാണിസ്തേജസ്വി സിംഹവത് വിനദൻ മുഹുഹു. ധർമ്മകാര്യം നടക്കാനായി എന്തൊക്കെ ചെയ്യേണ്ടി വന്നു എന്ന് നിങ്ങൾ വിചാരിക്കൂ. കൃഷ്ണൻ അവിടെയുണ്ട്, അതുകൊണ്ട് എളുപ്പത്തിൽ യുദ്ധം കലാശിച്ചു, എല്ലാം നേടിയെടുത്തു എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമുക്ക് ശ്രീമദ് ഭാഗവതം കൃഷ്ണന്റെ ഒരു വിവരണം തരുന്നുണ്ട്. അത് ജനിക്കുന്നതിന് മുൻപുള്ള സംഗതി മുതൽ പൊടിപ്പും തൊങ്ങലും വെച്ച് അങ്ങനെ പുരാണ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ്. 8ാമത്തെ കുട്ടിയായി ഞാൻ ജനിക്കാൻ പോണു, അറിഞ്ഞോ? ഇപ്പൊ തന്നെ നിന്റെ കയ്യിൽ എന്തെല്ലാം വിദ്യകളുണ്ടോ, തന്ത്രങ്ങളുണ്ടോ, കുതന്ത്രങ്ങളുണ്ടോ ഒക്കെ പ്രയോഗിച്ചോളൂ. ഈശ്വരേച്ഛയെ തടുക്കാൻ ഒരാൾക്കും പറ്റില്ല. കംസ 8ാമത്തെ കുട്ടിയായി ജനിക്കും, നീ ആദ്യം മുതൽക്ക് വേണമെങ്കിൽ കൊന്നോ, വിരോധമില്ല, എന്നെ തൊടാൻ പറ്റില്ല എന്നുള്ള മുന്നറിയിപ്പൊക്കെ നൽകിയെന്ന് ഭാഗവതം പറയുന്നുണ്ട്. ആ ഭാഗവതം പിന്നീട് എഴുതിയതും പിന്നീട് ഉണ്ടായതുമാണ്. ഇവിടെയാണ് കൃഷ്ണനെ ശരിക്കും അവതരിപ്പിച്ച് ബാക്കി എല്ലാവരുടെ കൂടെയും കൃഷ്ണൻ ചെയ്ത ചെയ്തികളെ മുഴുവൻ വിവരിച്ചു തരുന്ന ഈ ഗ്രന്ഥമുണ്ടല്ലോ മഹാഭാരതം, 5151 കൊല്ലം മുൻപുണ്ടാക്കിയത്. അതിൽ പറയുകയാണ്, കൃഷ്ണൻ ചക്രവുമായി പുറപ്പെട്ടു, അർജുനൻ പിന്നാലെ. അവിടെ ചെന്നപ്പോഴോ ഭീഷ്മനോ അമ്പും വില്ലും താഴത്ത് വെച്ച് പ്രണമിച്ചിരിക്കുക. കൃഷ്ണ വന്നോളൂ, എന്തു വേണമെങ്കിൽ ചെയ്തോളൂ. അതാണ് ആ ഭീഷ്മന്റെ പ്രഭാവം, അദ്ദേഹത്തിന്റെ മഹാത്മ്യം. ഞാൻ ആരോട് വേണമെങ്കിൽ എതിർക്കും, പക്ഷേ കൃഷ്ണ പരമാത്മാവിനോട്, ഭഗവാനോട് എതിർക്കില്ല. നേരെ മറിച്ച് കംസൻ പറഞ്ഞതോ ആരായാലും വിരോധമില്ല, ഞാൻ എതിർക്കുന്ന ഈശ്വരനോടും എതിർക്കും. അത് തന്നെയാണ് ഹിരണ്യകശിപുവും പറഞ്ഞത്. ഇവിടെ ഭീഷ്മൻ എല്ലാവിധത്തിലുള്ള യോഗ്യതയുണ്ടെങ്കിലും അമ്പും വില്ലും താഴത്ത് വെച്ച് തൊഴുതുകൊണ്ട് സ്തുതി തുടങ്ങിയെന്നാ പറയുന്നത്. വല്ല വിധവും പിടിച്ചു വലിച്ച് കൃഷ്ണനെയും കൂട്ടി അർജുനൻ മടങ്ങി. അന്ന് രാത്രിയാണ് അവര് പാളയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഭീഷ്മന്റെ പാളയത്ത് ചെന്ന് ഭീഷ്മനെ കണ്ട് കൃഷ്ണനടക്കം സഹോദരന്മാരെല്ലാവരോടും ചൂടി ചെന്നിട്ട് പറയുകയാണ്, ധർമ്മയുദ്ധം അത് ജയിക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കൂ. കേമത്വം കൊണ്ട് ജയിക്കാൻ പറ്റില്ല, വെറും കൗശലം കൊണ്ടും ജപിക്കാൻ പറ്റില്ല. എന്നാൽ സത്യസന്ധത കൊണ്ട്
നേരെ വാ, നേരെ പോ എന്നുള്ള ഋജുത്വം കൊണ്ട് ജയിക്കാനേ പറ്റുള്ളൂ. താഴേണ്ടയിടത്ത് താഴണം, ഉള്ളു തുറന്ന് സംസാരിക്കേണ്ടയിടത്ത് സംസാരിക്കണം. ഭീഷ്മൻ അജയ്യനാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹം അധർമ്മപക്ഷത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ സമ്മതത്തോടുകൂടി അധർമ്മം കീഴടങ്ങുന്നതൊഴികെ അദ്ദേഹം വിസമ്മതിച്ച അധർമ്മത്തെ കീഴടക്കാൻ പറ്റില്ല. കഥം ജയേമ സർവജ്ഞ കഥം രാജ്യം ലഭേമഹി. അവിടെ ചെന്ന് നമസ്കരിച്ച് ചോദിക്കുകയാണ്, എന്റെ മുത്തശ്ശ, അങ്ങ് കാണിച്ച പരാക്രമം അങ്ങയ്ക്ക് അറിയാലോ, കാണിച്ചതല്ലേ ഞങ്ങൾ കാണുന്നുള്ളൂ, കാണിച്ച അങ്ങയ്ക്ക് ഞങ്ങളെക്കാളും അറിയാം. ഇനി നാളത്തെ പരാക്രമം, ഇതിന്റെ പരാക്രമം സ്ക്വയർഡോ ക്യൂബോ ആകും. ഇതെങ്ങനെ നടക്കുന്ന പറയണത്? ഞങ്ങളിവിടെ യുദ്ധത്തിന് വന്നിരിക്കുന്നത് അങ്ങയുടെ അനുഗ്രഹം മേടിച്ചാണ്. അങ്ങയോട് പടപൊരുതാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ദുര്യോധനോടോ ദുര്യോധന സൈന്യത്തോടാണ് പടപൊരുതുന്നത്. അങ്ങ് സേനാധിപനായി മുമ്പിൽ നിൽക്കുന്നു, ഞങ്ങൾ എന്തു ചെയ്യും? അതുകൊണ്ട് അങ്ങയെ ജയിക്കാൻ, യുദ്ധം ജയിക്കാൻ എന്തു വേണം എന്നൊന്ന് പറഞ്ഞു തരൂന്ന്. കേൾക്കണുണ്ടോ നിങ്ങള്? ഇതാണ് ധർമ്മദൗത്യം, ധർമ്മരീതി. ബ്രൂഹി തസ്മാദുപായം നോ യഥാ യുദ്ധേ ജയേമഹി ഭവന്തം സമരേ ക്രുദ്ധം ദണ്ഡഹസ്തമിവാന്തകം. ബ്രൂഹി തസ്മാത് ഉപായം നോ യഥാ യുദ്ധേ ജയേമഹി. അങ്ങയെ യുദ്ധത്തിൽ ജയിക്കാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കണം. അത് ഞങ്ങളൊന്നും തിരഞ്ഞാൽ കിട്ടാൻ പോണില്ല. അങ്ങ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇന്ന പ്രകാരം യുദ്ധം ചെയ്താൽ എന്നെ തോൽപ്പിക്കാനോ കീഴടക്കാനോ സാധിക്കുമെന്ന് അങ്ങയുടെ മുഖകമലത്തിൽ നിന്ന് തന്നെ കേൾക്കണം. ഭവന്തം സമരേ ക്രുദ്ധം ദണ്ഡഹസ്തമിവാന്തകം. അങ്ങ് കയ്യും പൊക്കി അമ്പും വില്ലും കയറ്റി രഥത്തിൽ നിന്നാൽ അന്തകൻ തന്നെയാണ്. എണ്ണമറ്റ യമന്മാരാണ് അങ്ങയുടെ മുഖത്തിൽ കാണുന്നത്. അതുകൊണ്ട് അങ്ങയെ ജയിക്കാൻ സാധ്യമല്ല എന്ന്. അതങ്ങോട്ട് കേട്ടപ്പോ ഭീഷ്മന്റെ മനസ്സ് ഒന്ന് കുളിർത്തു. അദ്ദേഹം പറയുന്നു, പാവം, അർജുന സമരേ ശൂരഃ പുരസ്കൃത്യ ശിഖണ്ഡിനം മാമേവ വിശിഖൈ തീക്ഷ്ണൈഃ അഭിദ്രവതു ദംശിതഃ. ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും യുദ്ധം ചെയ്യില്ല. സ്ത്രീകളോടോ ആണും പെണ്ണും കെട്ടവനോടോ ഞാൻ യുദ്ധം ചെയ്യില്ല. നിങ്ങളുടെ അടുത്ത് ഒരു മഹാരഥിയുണ്ട്, ശിഖണ്ഡി. അവൻ ലിംഗം മാറിയവനാണ്. ആ ശിഖണ്ഡിയെ മുൻപിൽ നിർത്തി അർജുനൻ പിന്നിന്ന് കൂർത്തുമൂർത്ത ശരം പ്രയോഗിച്ച് എന്നോട് പൊരുതട്ടെ, അപ്പൊ ഞാൻ താഴത്ത് വീഴും. അതല്ലാതെ ഒരു വഴിയുമില്ല. ഇനി മിണ്ടണ്ട, പൊക്കോളൂ, അവനവന്റെ കാര്യം നേടാനുള്ള വഴി നോക്കിക്കോളൂ എന്നാ പറഞ്ഞത്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം. മനുഷ്യന്റെ മനസ്സ് എവിടം വരെ പവിത്രമാകാം, എവിടം വരെ ക്രുദ്ധമാകാം, ഏതുവരെ ലോഭത്തിന് വിധേയമാകാം. അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യം, ഒരു ധർമ്മം കിടന്ന് കളിക്കണു. ആ ധർമ്മത്തിന് വിജയം കൈവരാൻ ഉള്ള പഴുതുകൾ മുഴുവൻ അടച്ചാലും അത് വിട്ടൊരു പഴുത് പുതിയതായിട്ടുണ്ടാവും. എല്ലാവരും തോറ്റു, ഭീഷ്മന് ജയിക്കാൻ പറ്റില്ല. അപ്പോഴേ പറഞ്ഞു വെച്ചതാണ്. ആദ്യത്തെ ദിവസം പോയി നമസ്കരിച്ചപ്പോ സമയം വന്നിട്ടില്ല, സമയം വന്നാ എന്നോട് വന്ന് ചോദിക്കൂ എന്നാ പറഞ്ഞേ. സമയം വന്ന് ചോദിച്ചപ്പോ പറയാണ്, ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ എന്ന്. ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തി. ഇനി ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്ന കുരുക്ഷേത്രത്തിൽ രണ്ടു കൂട്ടരും വന്ന് നിന്ന് എന്തേ ചെയ്തേ എന്ന് ചോദിച്ചാൽ യുദ്ധം ചെയ്തോ ചെയ്തില്ലേ എന്നല്ല. ഈ ചോദ്യം ചോദിക്കുന്നത് 10-ാം ദിവസമാണ് യുദ്ധം കഴിഞ്ഞ്. 9-ാം ദിവസം ഈ സംസാരം കഴിഞ്ഞു. 10-ാം ദിവസം ശിഖണ്ഡിയെ മുൻപിൽ നിർത്തി അർജുനൻ ശരമെയ്ത് ഭീഷ്മ പിതാമഹൻ രഥത്തുനിന്ന് താഴത്ത് വീണു. വീണതങ്ങട് കണ്ടപ്പോ സഞ്ജയന്റെ മനസ്സ് വല്ലാതെ ഞെട്ടിപ്പോയി. അയ്യോ, ഇത് സംഭവിച്ചോ? എന്ത് ക്രൂരതയാണ് ഈ നടന്നത്? അർജുനൻ പൗത്രൻ പിതാമഹനെ തട്ടി താഴത്തിട്ടിരിക്കുന്നു. ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി. എന്താണിത്? മനസ്സടക്കാൻ പറ്റിയില്ല. അതുവരെയൊക്കെ യുദ്ധം എന്നേ പറയാനുള്ളൂ. ഇപ്പൊ സൈന്യ തലവൻ തന്നെ മറിഞ്ഞ് താഴത്ത് വീണു രഥത്തിന്റെ മുകളിന്ന്. ഈ വർത്തമാനം ഉടനടി അറിയിക്കണം. ആരെ? ധൃതരാഷ്ട്ര മഹാരാജാവിനെ എന്ന് പറഞ്ഞ്
ഓടിക്കതച്ചങ്ങോട്ട് ചെന്നു. എന്നിട്ട് മഹാരാജാവിനോട് പറയാണ്, സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ ഹതോ ഭീഷ്മശാന്തനവോ ഭരതാനാം പിതാമഹ. സഞ്ജയോഹം മഹാരാജ, കുരുടനാണല്ലോ. അപ്പൊ സഞ്ജയൻ അടുത്ത് ചെന്നാ അറിയില്ല വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ പറഞ്ഞുകൊണ്ട് ചെല്ലാണ്, സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ, അങ്ങയ്ക്ക് നമസ്കാരം. ഞാൻ രാജ്യത്തിന്റെ പർവ്വതങ്ങളും നദികളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമൊക്കെ വർണ്ണിച്ചുകൊണ്ടിരുന്നു. ആ വർണ്ണന നിർത്തി ഓടിപ്പോയത് കുരുക്ഷേത്രത്തിലേക്കാണ്. അവിടെ പെട്ടെന്ന് യുദ്ധം തുടങ്ങിയിരുന്നു. ആ യുദ്ധത്തിന്റെ സംഭവങ്ങളൊക്കെ നിരീക്ഷിച്ച് 9 ദിവസം കഴിഞ്ഞു. 10ാം ദിവസം ഇതാ ഭീഷ്മ പിതാമഹൻ താഴത്ത് വീണിരിക്കുന്നു രഥത്തിൽ നിന്ന്. ഈ വർത്തമാനം അറിയിക്കാൻ വന്നതാണ്. കഥം കുരൂണാം വൃഷഭോ ഹതോ ഭീഷ്മശിഖണ്ഡിന കഥം രഥാത് സന്യപതത് പിതാമേ വാസവോപമഃ. തസ്മിൻ ഹതേ മഹാപ്രാജ്ഞേ മഹേശ്വാസേ മഹാബലേ മഹാസത്വേ നരവ്യാഘ്രേ കിമു ആസീൻ മനസ്തവ. ഈ ഭീഷ്മ പിതാമഹനുണ്ടല്ലോ, ഉപായപ്പെട്ട ആളല്ല. കഥം കുരൂണാം വൃഷഭോ ഹതോ ഭീഷ്മ ശിഖണ്ഡിന. ശിഖണ്ഡിയാൽ എങ്ങനെയാണ് ഈ ഭീഷ്മൻ താഴത്ത് തട്ടിമറിക്കപ്പെട്ടത്? കഥം രഥാത് സന്യപതത് പിതാമേ വാസവോപമഃ. എന്റെ അച്ഛൻ ആര്? ഭീഷ്മൻ. ഇന്ദ്രന് തുല്യനാണ് പ്രതാപത്തിൽ. ആ ഇന്ദ്രനെ ശിഖണ്ഡി തട്ടി താഴത്തിട്ടുന്നോ? അത് കണ്ടപ്പോ കഥം രഥാത് സന്യപതത്, എങ്ങനെയായി വീണു? രഥത്തിൽ നിന്ന് വീഴുക പറഞ്ഞാൽ ഇത് ഉപായപ്പെട്ട സംഭവമൊന്നുമല്ല. ഭീഷ്മന്റെ കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ അമ്പിനെയും വില്ലിനെയും നേരിടാൻ ലോകത്തിൽ ഒരാളുമില്ല. അങ്ങനെ ഒരാൾ മറിഞ്ഞു എന്ന് കേട്ടുമ്പോ തസ്മിൻ ഹതേ മഹാപ്രാജ്ഞേ മഹേശ്വാസേ മഹാബലേ മഹാസത്വേ നരവ്യാഘ്രേ കിമു ആസീൻ മനസ്തവ. ഭീഷ്മന്റെ വിശേഷണങ്ങൾ പറയാ. മഹാപ്രാജ്ഞേ, അദ്ദേഹം പ്രാജ്ഞനാണ്. ആത്മജ്ഞാനം, ആ സിദ്ധി ധാരാളമുണ്ട്. സാധാരണക്കാർക്കുള്ള മെയ്ബലം, മനോബലം, ബുദ്ധിബലം, കൗശലം, ധീരത മാത്രമല്ല, ലോകത്തിന് മുഴുവനും പ്രതിഫലിപ്പിക്കുന്നതായ അന്തരാത്മാവിൽ നിന്ന് നിർഗളിക്കുന്ന അനശ്വരവും അജയ്യവുമായിരിക്കുന്ന ആത്മബലം ധാരാളമുള്ളവനാണ്. മഹേശ്വാസേ, എല്ലാവിധത്തിലുള്ള അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പ്രയോഗിക്കാനുള്ള സാമർഥ്യവും കഴിവും മികവുമുണ്ട് അദ്ദേഹത്തിന്. മഹാബലേ, ബലത്തിലും കുറവില്ല. മഹാസത്വേ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മഹാപ്രഭാവശാലിയാണ്. നരവ്യാഘ്രേ, നരവ്യാഘ്രനാണ്. അങ്ങനെ ഒരാള് തേരുന്ന് താഴത്ത് വീണു, എതിർശരമേറ്റ് എന്ന് വരുമ്പോ കിമു ആസീൻ മനസ്തവ, നിന്റെ മനസ്സ് എങ്ങനെയാ ഉണ്ടായിരുന്നത്? ഇത് കണ്ടിട്ട് എന്താ തോന്നിയത്? ആർത്തിം പരാമാവിശതി മനഃശംസസി മേ ഹതം കുരൂണാം വൃഷഭം വീരം അകമ്പം പുരുഷർഷഭം. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇത് പറയുകയാണ്, നീ കണ്ടിട്ടുണ്ടാവും, എനിക്ക് കേൾക്കാനേ പറ്റുള്ളൂ. നീ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണ്. ആർത്തിം പരാം ആവിശതി മനഃശംസസി മേ ഹതം. ഈ വർത്തമാനം അങ്ങോട്ട് കേട്ടതോടുകൂടി എന്റെ മനസ്സിൽ അതികഠിനമായിരിക്കുന്ന ഒരു സുനാമി ദുഃഖമാണ് വന്നു കയറുന്നത്. വലിയ ഒരു ദുഃഖം. കുരൂണാം വൃഷഭം വീരം അകമ്പം പുരുഷർഷഭം. ഈ വീണ ആള് സാധാരണക്കാരനല്ല. എന്റെ മകനെങ്ങാനും വീണു എന്ന് പറഞ്ഞാലും എനിക്ക് ഇത്ര വിഷമുണ്ടാവില്ല. അധ്യാത്മമായിരിക്കുന്ന ശക്തി, ഈശ്വരപ്രസാദം, ജ്ഞാനപ്രഭാവം, അജയ്യമായിരിക്കുന്ന അസ്ത്രശസ്ത്ര പാടവം, നൈപുണ്യം, ഇതെല്ലാം തികഞ്ഞിരിക്കുന്ന ഭൗതികവും ആധ്യാത്മികവുമായിരിക്കുന്ന മികവോടുകൂടിയ ഒരാൾ വീണു എന്ന് കേൾക്കുമ്പോ യസ്യ വീര്യം സമാശ്രിത്യ മമ പുത്രോ ബൃഹത് ബലഃ ന പാണ്ഡവാൻ അഗണയത് കഥം സനിഹതഃ പരൈഃ. കേൾക്കണുണ്ടോ നിങ്ങള്? ആ ധൃതരാഷ്ട്രന്റെ മനസ്സിലുള്ള വികാരങ്ങളൊക്കെ പറയുകയാണ്. യസ്യ വീര്യം സമാശ്രിത്യ മമ പുത്രോ ബൃഹത് ബലഃ. എന്റെ മകനുണ്ടല്ലോ ദുര്യോധനൻ, ആ പരമദുഷ്ടൻ. ആ ദുഷ്ടൻ കൃഷ്ണൻ വരെ ദൂതന് വന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു മനസ്സിലാക്കി. അതൊന്നും കൂട്ടാക്കാതെ ആരുടെ ശക്തിയെ മുൻഗണിച്ചുകൊണ്ടാണ് ഇതിന് പുറപ്പെട്ടത്? ഈ പിതാമഹൻ അജയ്യനാണല്ലോ എന്നുള്ളൊരു വിചാരാണ്. ആ പിതാമഹന്റെ അജയ്യത്വത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ന പാണ്ഡവാൻ അഗണയത്, പാണ്ഡവന്മാരെ പുല്ലുപോലെ അങ്ങോട്ട് ആക്കി
സൂചി കുത്താനുള്ള പഴുതുപോലും പാണ്ഡവർക്ക് കൊടുക്കില്ല. 6 വീടല്ല, ഒന്നും കൊടുക്കില്ല എന്ന് പറയാൻ എന്താ കാരണം? മുത്തശ്ശൻ നമ്മുടെ പക്ഷത്തിലുണ്ടല്ലോ എന്ന്. പ്രോക്തം പരായണം പ്രാജ്ഞം സ്വധർമ്മനിരതം ശുചിം വേദവേദാംഗതത്വജ്ഞം കഥം ശംസസി മേഹദം. ഈ ഭീഷ്മൻ എങ്ങനത്തെ ആളാ? പ്രോക്തം പരായണം പ്രാജ്ഞം സ്വധർമ്മനിരതം ശുചിം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പ്രോക്തം ധാരാളം അറിവുള്ള ആളാണ്. പരായണം പ്രാജ്ഞം എല്ലാവർക്കും ആശ്രയമാണ്, പ്രാജ്ഞനാണ്. സ്വധർമ്മനിരതം ശുചിം ഏതു പക്ഷത്തിൽ എവിടെ നിന്നാലും ദുര്യോധന്റെ കൂടെ നിന്നാലും അധർമ്മം ആ മഹാത്മാവിനെ തൊട്ടിട്ടില്ല. എല്ലാ സമയത്തും ശരിയായി ധർമ്മസ്ഥാനം എടുത്ത് ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളാണ്. വേദവേദാംഗതത്വജ്ഞം വേദങ്ങൾ അറിയാം, 6 ശാസ്ത്രങ്ങളും അറിയാം. അങ്ങനെയുള്ള ഒരു മഹാപ്രാജ്ഞൻ, ഒരു മഹായോദ്ധാവ്. കഥം ശംസസി മേഹദം. രഥത്തുനിന്ന് താഴത്ത് വീണു എന്ന് നീ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? സർവാസ്ത്ര വിനയോഭേദം ശാന്തം ദാന്തം മനസ്വിനം ഹതം ശാന്തനവം ശ്രുത്വ മന്യേ ശേഷം ഹതം ബലം. സർവാസ്ത്ര വിനയോഭേദം ശാന്തം ദാന്തം മനസ്വിനം യത്ര ഹതം ശാന്തനവം ശ്രുത്വ മന്യേ ശേഷം ഹതം ബലം. ഇപ്പൊ യുദ്ധം എന്ന് 10-ാം ദിവസമേ ആയിട്ടുള്ളൂ. ഭീഷ്മൻ ഇതാ വീണു എന്നാ പറയുന്നത്. ഈ ഭീഷ്മൻ വീണ് കഴിഞ്ഞാൽ പിന്നെ എന്റെ സൈന്യത്തിന്റെ നില എന്താവും? സർവാസ്ത്ര വിനയോഭേദം എല്ലാ വിധത്തിലുള്ള അസ്ത്രവും നല്ലപോലെ അറിയാം. എന്നാലോ വിനയം വേണ്ടത്രയുണ്ട്. ശാന്തനാണ്, ദാന്തനാണ്, ഇന്ദ്രിയങ്ങൾക്ക് നല്ല നിയന്ത്രണമുണ്ട്. മനസ്വിയാണ്, മനസ്സിനെയും അടക്കിയിട്ടുള്ളവനാണ്. ഹതം ശാന്തനവം ശ്രുത്വ. ഇങ്ങനെയുള്ള ഒരാള് സേനാധിപൻ എന്റെ സൈന്യത്തിൽ ഉണ്ടായിട്ടും ആ ആള് വീണു എന്ന് കേൾക്കുമ്പോ എന്റെ മനസ്സിൽ എനിക്ക് തോന്നുകയാണ് മന്യേ ശേഷം ഹതം ബലം. എനിക്ക് ഇനി ആരൊക്കെ അവിടെ മിച്ചമുണ്ടെങ്കിലും, കർണനുണ്ടെങ്കിലും ദ്രോണനുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും എല്ലാവരും തന്നെ വീണു, നഷ്ടപ്പെട്ടു എന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത്. ഈ ഭീഷ്മന്റെ പതനം വലിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഒരു ചോദ്യം എന്താ? ധർമാദധർമ്മോ ബലവാൻ സംപ്രാപ്ത ഇതി മേ മതിഹി എത്ര വൃദ്ധം ഗുരും ഹത്വാ രാജ്യമിച്ഛന്തി പാണ്ഡവാഹ. ഇതാണ് ധർമ്മക്ഷേത്രവുമായിട്ടുള്ള ബന്ധം. അവിടെ നടന്ന യുദ്ധം ധർമ്മയുദ്ധമാണോ അതോ അധർമ്മയുദ്ധമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ധർമാദ് അധർമ്മോ ബലവാൻ സംപ്രാപ്ത ഇതി മേ മതിഹി. ഇങ്ങനെ അജയ്യനും വേദവേദാംഗ തത്വജ്ഞനും പ്രാക്തനും എല്ലാമായ ഭീഷ്മപിതാമഹൻ താഴത്ത് വീണു എന്ന് കേൾക്കുമ്പോ എങ്ങനെയാ വീണത്? എതിർപക്ഷത്തിലുള്ള സേനയെ ആക്രമിച്ചിട്ടാണ്. ആ എതിർപക്ഷ സേന ആരുടെയാ? പാണ്ഡവന്മാരുടെ. അവരോ ധർമ്മബുദ്ധികളാണേനും. ആ ധർമ്മബുദ്ധികളുടെ ഹസ്തത്തിലാണ് ഭീഷ്മൻ ഇങ്ങനെ ഒരു തലയിലെടുത്ത് വന്നത് എന്ന് കേൾക്കുമ്പോ എനിക്ക് തോന്നുകയാണ് ധർമാത് അധർമ്മോ ബലവാൻ സംപ്രാപ്ത ഇതി മേ മതിഹി. ലോകത്തിൽ ധർമ്മത്തിന് ശക്തിയില്ല, ഉണ്ടായിരുന്നു. ധർമ്മത്തിനുള്ള വിലയും മേന്മയും മികവുമെല്ലാം പോയി, ഗ്രഹണം പിടിച്ചു. അധർമ്മത്തിനാണ് ശക്തി കൂടുതൽ. എന്താ? സർവാരാധ്യനായിരിക്കുന്ന ഭീഷ്മൻ പിതാമഹനെ കൊല്ലാൻ തീരുമാനിച്ചുല്ലോ, തട്ടി താഴത്തിടാൻ തീരുമാനിച്ചുല്ലോ പാണ്ഡവന്മാർ. ഇത് അവർക്ക് ചേർന്നതല്ലല്ലോ. എങ്ങനെ ഈ കടുങ്കൈ നടന്നു? അപ്പൊ ധർമ്മത്തിന് ബലമില്ല, അധർമ്മത്തിനാണ് ഇപ്പൊ കൊടികുത്തി വാഴുന്ന കാലം എന്നെനിക്ക് തോന്നുന്നു. എത്ര വൃദ്ധം ഗുരും ഹത്വ രാജ്യമിച്ഛന്തി പാണ്ഡവാഹ. വൃദ്ധനായിരിക്കുന്ന പ്രാജ്ഞനുമായ കുരുവൃദ്ധനെ, ഭീഷ്മപിതാമഹനെ കൊന്നിട്ട് പാണ്ഡവന്മാര് രാജ്യമാളാൻ ഇച്ഛിക്കുന്നുവെന്നോ? അവർ ഇത്ര നാളും ധർമ്മിഷ്ഠരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് കേൾക്കുമ്പോ എനിക്ക് അവര് അധർമ്മം ചെയ്യുന്നവരാണ് എന്ന് തോന്നിപ്പോകുന്നു. നചാത്തം ഇന്ദ്രസമകർമാണം കകുതം സർവധന്വിനാം ഹതം ശംസസി മേ ഭീഷ്മം കിം നു ദുഃഖമതഃ പരം. തം ഇന്ദ്രസമകർമാണം കകുതം സർവധന്വിനാം. ഇന്ദ്രസമകർമാണം, ദേവേന്ദ്രന് തുല്യമായ പരാക്രമമാണ് ഈ ഭീഷ്മനുള്ളത്. കകുതം സർവധന്വിനാം, വില്ലാളികൾക്ക് മുഴുവൻ വിജയക്കൊടിയാണ് ആര്? ഈ ഭീഷ്മൻ. ഹതം ശംസസി മേ ഭീഷ്മം കിം നു ദുഃഖമതഃ പരം. അങ്ങനെയുള്ള ഭീഷ്മൻ താഴത്ത് വീണു എന്നങ്ങോട്ട് കേൾക്കുമ്പോ ഇതിൽ കവിഞ്ഞ ദുഃഖം എന്താ ഉള്ളത്? ഇത് ഞാൻ എങ്ങനെ പൊറുക്കും, സഹിക്കും
ഇവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം ഞാൻ എങ്ങനെ കേൾക്കും? ന ശാസ്ത്രേണ ന ശൗര്യേണ തപസ മേധയാനജ ന ധൃത്യ ന പുനസ്ത്യാഗാത് മൃത്യോഹോ കശ്ചിത് വിമുച്യതേ. കേൾക്കണുണ്ടോ നിങ്ങള്? ധൃതരാഷ്ട്രന്റെ മനസ്സിൽ നടക്കുന്ന ചിന്തകളാണിത്. ന ശാസ്ത്രേണ അസ്ത്രം കൊണ്ടോ, ന ശൗര്യേണ ശൗര്യം കൊണ്ടോ, തപസ തപസ്വാധീനത്താലോ, മേധയ ബുദ്ധിവൈഭവത്താലോ, ന ധൃത്യ ഇച്ഛാശക്തി കൊണ്ടോ, ന പുനസ്ത്യാഗാത് എല്ലാം വിടുന്ന ത്യാഗം എന്ന് പറയുന്ന അതിമഹത്വമായ മൂല്യം കൊണ്ടോ, മൃത്യോഹോ കശ്ചിത് വിമുച്യതേ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്നാ എനിക്ക് മനസ്സിലാവുന്നത്. പരസ്പര വിപരീത ഭാവങ്ങളാണ് ധൃതരാഷ്ട്രന്റെ സംശയങ്ങളിൽ വരുന്നത്. അതിൽ അദ്ദേഹം ധർമ്മത്തിന് ബലം നഷ്ടപ്പെട്ടു, അധർമ്മത്തിനാണ് ബലം എന്ന് വരെ പറയുന്നുണ്ട്. കാലോ നൂനം മഹാവീര്യ സർവലോക ദുരത്യയ നാഹം തേഷാം പരേഷാം വ ബുദ്ധ്യാ സഞ്ജയ ചിന്തയൻ. കാലോ നൂനം മഹാവീര്യ. എന്റെ മനസ്സിൽ തോന്നുന്നത് എന്താ? എല്ലാറ്റിനും ഉപരിയാണ് കാലം, സമയം. ആ സമയത്തിന്റെ പ്രയാണത്തിൽ ഈ ലോകത്തിൽ പല കുട്ടിക്കരണങ്ങളും അറിയാം. കാലത്തിന് താഴെയാണ് ലോകത്തിലെല്ലാവരും. ഒരു കാലത്ത് നമ്മൾ ജനിച്ചു, കുറെ കാലം നമ്മൾ വളർന്നു, അത് കഴിഞ്ഞാൽ ആ കാല യവനികയ്ക്ക് പിന്നിലാവും നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം എല്ലാം തന്നെ. ഒരാളുടെ ബുദ്ധി കൊണ്ടും ഈ കാലത്തിന്റെ ഗതിയെ നമുക്ക് ഗ്രഹിക്കാനോ തടുക്കാനോ പറ്റില്ല. ശേഷം കിഞ്ചിത് പ്രപശ്യാമി പ്രത്യനീകേ മഹീക്ഷിതാം ദാരുണക്ഷത്രധർമ്മോയം ഋഷിഭിഃ സമ്പ്രദർശിതഃ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ദാരുണക്ഷത്രധർമ്മോയം ഋഷിഭിഃ സമ്പ്രദർശിതഃ യത്ര ശാന്തനവം ഹത്വാ രാജ്യമിച്ഛാമി പാണ്ഡവാഃ വയം വാ രാജ്യമിച്ഛാമോ ഘാതയിത്വാ മഹാവ്രതം. ദാരുണഃ ക്ഷത്രധർമ്മോയം ഋഷിഭിഃ സമ്പ്രദർശിതഃ. ക്രാന്തദർശികളായിരിക്കുന്ന മഹർഷിമാരാണ് ഈ ക്ഷാത്ര തേജസ്സും ക്ഷത്രിയ ധർമ്മത്തിനെ പറ്റി വിവരിച്ച് നമ്മൾക്ക് കർത്തവ്യവും കൃത്യവും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് ദണ്ഡനീതി നടപ്പാക്കണം. മനുഷ്യരാശി ഭിന്നരുചിക്കാരാണ്. അതിൽ അക്രമപ്രവണതകൾ ഉള്ളവർ, ദുഷ്ടന്മാർ, കള്ളന്മാർ, ചതിയന്മാർ, ഭീകരന്മാർ എല്ലാവരും ഉണ്ടാവും. അവരെ എല്ലാവരെയും അടക്കി ഒതുക്കി നിർത്താൻ സിംഹാസനത്തിലിരിക്കുന്ന ധീരവീര പ്രഭുക്കൾക്കേ സാധിക്കൂ. അതിനാണ് മെയ്ബലം വർദ്ധിപ്പിച്ച് അസ്ത്രശസ്ത്രം അവർ സമ്പാദിക്കുന്നത്. അവര് വേണ്ടതുപോലെ ദണ്ഡനീതി നടപ്പാക്കിയാലേ മനുഷ്യരാശിക്ക് കൂട്ടായി വ്യക്തിയവും കുടുംബീയവുമായ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റൂ. അവരുടെ പ്രയാണത്തിൽ സഹോദരനാണ് ദുഷ്ടൻ എന്നുണ്ടെങ്കിൽ ആ ദുഷ്ടനെയും അവർക്ക് നേരിടേണ്ടി വരും. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളവർ സഹോദരന്മാരാണ്. ഒരേ മുത്തശ്ശന്റെ കീഴിൽ, ഒരേ ആചാര്യന്റെ കീഴിൽ, ബാക്കിയുള്ള ബന്ധുക്കളുടെ കീഴിൽ വളർന്നു വന്നവരാണ്. അവരുടെ ശിക്ഷണത്തിൽ വളർന്നു. ഒരു കൂട്ടര് പാപികളായി, ഒരു കൂട്ടര് പുണ്യവാന്മാരായി. രണ്ടുപേരോടും അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞു, കൂട്ടാക്കിയില്ല. അവസാനം നിവൃത്തിയില്ലാതെയാണ് യുദ്ധം വന്നത്. അത് തടുക്കാൻ വേണ്ടി എല്ലാവരും വായ കൊണ്ട് പറഞ്ഞു. കൈകൊണ്ട് തടുക്കാനുള്ള അവകാശമില്ല. മുതിർന്നവരെ നമ്മൾ കൈകൊണ്ട് തടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള സമയത്ത് ദാരുണക്ഷത്രധർമ്മോയം, ഈ ഭീഷ്മൻ നമ്മുടെ പക്ഷത്തിൽ നിന്നതും എതിർപക്ഷത്തിലുള്ള പാണ്ഡവന്മാർക്ക് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നതും, അങ്ങനെ സഹോദരന്മാർ തമ്മിൽ പൊരുതുക, ശ്യാലന്മാർ തമ്മിൽ പൊരുതുക, അച്ഛനും മക്കളും വേണ്ടി വന്നാൽ തമ്മിൽ പൊരുതുക, ഇങ്ങനെയുള്ള ഒരു കൊടുങ്കൈയുണ്ടല്ലോ, ഒരു കൊടിയ വൃത്തി. ദാരുണ ഹൃദയഭേദകമാണ് ഈ ക്ഷാത്രധർമ്മം. ഋഷിഭിഃ സമ്പ്രദർശിതഃ. അതിന്റെ കീഴിലാണ് അവർ യുദ്ധം ചെയ്യാൻ വന്നത്. എത്ര ശാന്തനവം ഹത്വാ രാജ്യമിച്ഛന്തി പാണ്ഡവാഃ. ശന്തനുപുത്രനെ കൊന്നിട്ട് രാജ്യം തിരിച്ചു പിടിച്ചു വാഴാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഈ ക്ഷത്രിയധർമ്മത്തിന് വശംവദരായി അതിന്റെ കീഴിൽ വയം വാ രാജ്യമിച്ഛാമോ ഘാതയിത്വാ മഹാവ്രതം. ഇനി നമ്മുടെ പക്ഷക്കാര് യുദ്ധത്തിൽ ജയിച്ചാൽ തന്നെ എന്തായിരിക്കും സ്ഥിതി? ഭീഷ്മനെ കൊന്നിട്ടാണ് അവരുടെ പക്ഷം ജയിക്കാൻ പോകുന്നത്. രണ്ടു കൂട്ടക്കാർക്കും ഈ ഭീഷ്മവധത്തിന് റെസ്പോൺസിബിളാണ്, ചുമതലയുള്ളവരാണ്. പാണ്ഡവന്മാർ യുദ്ധം ചെയ്ത് അദ്ദേഹത്തിനെ കൊന്ന് രാജ്യം വാഴാൻ ഇഷ്ടപ്പെടുന്നു.
നമ്മുടെ പക്ഷത്തിലുള്ളവർ ഭീഷ്മനെ സേനാധിപനാക്കി വെച്ച് മറ്റവരാൽ കൊല്ലിക്കപ്പെട്ട രാജ്യം വാഴാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുണ്ടോ ഒരു കടുങ്കയ്യ്? ഇതാണോ ക്ഷത്രിയന് വിധിച്ചിട്ടുള്ളത്? എത്ര ദാരുണം, എത്ര നിഷ്ഠുരം, എത്ര കടും കയ്യാണത്! ക്ഷത്രധർമ്മേ സ്ഥിതാ പാർത്ഥ നാപരാധ്യന്തി പുത്രകാഃ ഏതദാര്യേണ കർത്തവ്യം കൃച്ഛ്രാസ്വാപസ്സു സഞ്ജയ. അത് പറയുമ്പോഴേക്കും ധൃതരാഷ്ട്രന്റെ വിവേകം ഒന്നും കൂടിയും അങ്ങോട്ട് കനപ്പെടുക. എന്നിട്ട് പറയുകയാണ്, ക്ഷത്രധർമ്മേ സ്ഥിതാ പാർത്ഥാഃ നാപരാധ്യന്തി പുത്രകാഃ. ഹേയ് അങ്ങനെ പറയരുത്. അവിടെ യുധിഷ്ഠിരനുണ്ട്. അവൻ ധർമ്മം ലംഘിച്ച് ഒരു കാലത്തും നടക്കില്ല. ആ യുധിഷ്ഠിരന്റെ കീഴിൽ എന്തു വന്നാലും അനുജന്മാരനങ്ങില്ല. ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ചു വലിച്ച് മണിക്കൂറുകളോളം ആ കുരുക്ഷേത്രത്തിൽ പിടിച്ചു വലിച്ച് വിലപിച്ച് കിടക്കുമ്പോഴും ആ യുധിഷ്ഠിരൻ അനങ്ങരുത് എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ട് 4 കയ്യും കെട്ടി മിണ്ടാതെയിരുന്നു. അവരുടെ ധർമ്മബുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യരുത്. ആപത്ത് വരുന്ന സമയത്ത് നിവൃത്തിയില്ലാതെ ഗതി മുട്ടുമ്പോഴാണ് ഈ പ്രവൃത്തികൾ നടന്നത്. അവർ കൃഷ്ണപരമാത്മാവിനെ പറഞ്ഞയച്ചുല്ലോ സന്ധിക്ക് വേണ്ടി. എന്തെല്ലാം ചെയ്തു! 6 ഗ്രാമം മാത്രം മതി എന്ന് പറഞ്ഞയച്ചില്ലേ? എന്റെ പുത്രനല്ലേ, സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊട്ടക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പടപൊരുതി എടുത്തോളൂ എന്ന് പറഞ്ഞത്, നിഷ്ഠുരത കാണിച്ചത് എന്റെ മകനല്ലേ. അതുകൊണ്ട് പാണ്ഡുപുത്രന്മാരെ കുറ്റം പറയരുത്. ക്ഷത്രധർമ്മേ സ്ഥിതാ പാർത്ഥ നാപരാധ്യന്തി പുത്രകാഃ ഏതദാര്യേണ കർത്തവ്യം കൃച്ഛ്രാസ്വാപസ്സു സഞ്ജയ. ശ്രേഷ്ഠനായിരിക്കുന്ന ക്ഷത്രിയൻ ചെയ്യേണ്ടത് എന്തോ അതാണ് ഇപ്പൊ കുരുക്ഷേത്രത്തിൽ നടന്നതും നടക്കാൻ പോകുന്നതും. ഈ യുദ്ധം വാസ്തവത്തിൽ എന്റെ മകൻ ദുര്യോധനും പാണ്ഡുവിന്റെ പുത്രൻ യുധിഷ്ഠിരനും തമ്മിലുള്ള യുദ്ധമല്ല. ഇത് 2 പക്ഷക്കാർ തമ്മിലുള്ള യുദ്ധമാണ്. ജംബൂദ്വീപത്തിലുള്ളവർ മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഇടയിലുള്ള ഒരു ചോദ്യമാണ്, നമ്മുടെ രാജ്യത്തിൽ ധർമ്മത്തിന് അനുസരിച്ച ഒരു ശാസനം, ഒരു ഭരണം വേണമോ, അതോ പാപഭൂയിഷ്ടമായിരിക്കുന്ന ഒരു ഭരണം വേണമോ? ഈ 2 ഭരണകർത്താക്കന്മാർ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രജകൾക്ക് ആവശ്യം ധാർമ്മിക ഭരണമോ അതോ അധാർമിക ഭരണമോ എന്നാണ്. ഇന്നിപ്പോ ഇന്ത്യയെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ത്? ഇവിടുത്തെ സ്ത്രീകളെ ബസ്സിൽ വെച്ചും റോട്ടിൽ വെച്ചും എവിടെ വെച്ചിട്ടും ആർക്ക് വേണമെങ്കിലും വയസ്സും പ്രായവും ഒന്നും നോക്കാതെ കിടന്ന് ആക്രമിക്കാം എന്നുള്ള ഒരു നില വന്നിരിക്കുക. പാർലമെന്റ് നിയമം പാസാക്കിയത് കൊണ്ട് മാത്രമായില്ല, നിയമം നടപ്പിലാക്കാൻ നിങ്ങളും ഞങ്ങളും സാധാരണ പൗരന്മാരല്ല. അവര് നിയമം പാസാക്കി സ്ത്രീകളുടെ രക്ഷയ്ക്ക് വേണ്ടി. നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിലോ? സുപ്രീം കോടതി ജഡ്ജി വരെ വരൂ എന്റെ മുറിയിലേക്ക് എന്ന് പറഞ്ഞു എന്നാ പറയണത്. എന്നിട്ട് അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നാണ്. ന്യായാധിപ പീഠത്തിലിരിക്കുന്ന ഒരു ജഡ്ജി പോലും ഇങ്ങനെ പെരുമാറിയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രജകൾ എന്തു ചെയ്യണം എന്നുള്ളത് വലിയ ഒരു ചോദ്യമാണ് ഇവിടെ. ഈ ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രജകളുടെ മുൻപിലുള്ള ഒരു ചോദ്യം എന്നുള്ളത് ഇരിക്കട്ടെ, ഭഗവാന്റെ മുൻപിലുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ഇങ്ങനെയുള്ള ഭീകരന്മാരല്ല, ശാന്തപ്രകൃതികൾ കുറെ പേരുണ്ട് അവിടെ. നിയമത്തെ പേടിച്ചല്ല നാം പൊളി പറയാതെ ഇരിക്കുന്നത്. പൊളി പറയുന്നത് അവന് തന്നെ പാപകരമാണെന്ന് വിചാരിച്ചാണ്. അങ്ങനെയുള്ളവരാണ് കൂടുതൽ. ഞങ്ങളൊക്കെ എന്തു ചെയ്യും അങ്ങ് സൃഷ്ടിച്ച ലോകത്തിൽ എന്നുള്ളൊരു വലിയ ചോദ്യമാണത്. ക്ഷത്രധർമ്മേ സ്ഥിതാ പാർത്ഥ നാപരാധ്യന്തി പുത്രകാഃ ഏതദാര്യേണ കർത്തവ്യം കൃച്ഛ്രാസ്വാപസ്സു സഞ്ജയ. കൃച്ഛ്രം അതികഠിനമായിരിക്കുന്ന ആപത്ത് വന്നാൽ ഏത് ക്ഷത്രിയനും ചെയ്യേണ്ടതായ പ്രവൃത്തിയാണ്. അവർ 12 കൊല്ലം കാട്ടിലേക്ക് പോയി, 1 കൊല്ലം അജ്ഞാതവാസം അനുഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ രാജ്യം തിരിച്ചു തരൂ എന്ന് പറഞ്ഞു. അത് കൂട്ടാക്കിയില്ല. അവസാനം ദൂതന് പറഞ്ഞയച്ചു, അതും കഴിഞ്ഞു. സർവ പഴുതുകളും അടഞ്ഞപ്പോഴാണ് കൃഷ്ണൻ തന്നെ പറഞ്ഞത്, ദാ അമാവാസി വരാൻ പോണു, ധാരാളം പുല്ലൊക്കെ ഉണ്ട് കുതിരകൾക്ക് തിന്നാൻ, ധാന്യങ്ങളും സമൃദ്ധമാണ്, അതുകൊണ്ട് യുദ്ധം തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉള്ള തീരുമാനമാണ്. അപ്പൊ ശ്രേഷ്ഠന്മാരെ എന്ത് വേണം? എന്റെ ദുര്യോധനെ തടുത്തു നിർത്താൻ ഇപ്പൊ യുധിഷ്ഠിരനും കൂട്ടരും കൂടി പരിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ദുര്യോധനൻ ഇന്ന് അടക്കിയത് പാണ്ഡവന്മാരെയാ. നാളെ ഈ ജംബൂദ്വീപം മുഴുവൻ അടക്കി ഹിരണ്യകശിപുവിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ഭരണവും സ്വഭാവവുമാവും പങ്കുവയ്ക്കുക. അപ്പൊ ശ്രേഷ്ഠരായ ക്ഷത്രിയന്മാർ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്.
നഹി മേ ശാന്തിരസ്തീഹ ശ്രുത്വാ ദേവവ്രതം ഹതം പിതരം ഭീമകർമാണം ഭീഷ്മം ആഹവശോഭിനം ആർത്തിം മേ ഹൃദയേ രൂഢാം മഹതീം പുത്രഹാനിജാം ത്വം ഹി മേ സർപ്പിഷേവാഗ്നിം ഉദ്ദീപയസി സഞ്ജയ. നഹി മേ ശാന്തിരസ്തീഹ ശ്രുത്വാ ദേവവ്രതം ഹതം. ദേവവ്രതനായിരിക്കുന്ന ഭീഷ്മൻ താഴത്ത് വീണു എന്ന് കേട്ടപ്പോ എന്തായാലും സഞ്ജയ, എന്റെ മനസ്സിന് ശാന്തിയില്ലേ, സമാധാനമില്ലേ, മനസ്സ് പിടികിട്ടുന്നില്ല. അവിടെ വലിയ കോളിളക്കമാണ്. പിതരം ഭീമകർമാണം ഭീഷ്മമാഹവശോഭിനം. എത്ര ഭീഷ്മൻ ഭീമകർമാവാണ് അദ്ദേഹം. ആർത്തിം മേ ഹൃദയേ രൂഢാം മഹതീം പുത്രഹാനിജാം. ഇനി എന്റെ പുത്രന്മാര് മുഴുവനും മരിക്കുമല്ലോ എന്നുള്ളതാണ് എന്റെ വിചാരം. ആളിക്കത്തുകയാണ്. ആ ആളിക്കത്തുന്ന തീയിൽ നീ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ത്വം ഹി മേ സർപ്പിഷേവാഗ്നിം ഉദ്ദീപയസി സഞ്ജയ. അതിൽ നീ നെയ്യ് കോരി ഒഴുക്കിയാണ് ഈ വാർത്ത കൊണ്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നടന്ന സംഭവമാണല്ലോ നീ പറയുന്നത്. ശ്രോഷ്യാമി താനി ദുഃഖാനി ദുര്യോധന കൃതാന്യഹം തസ്മാൻ മേ സർവമാചക്ഷ്വ യദ്വൃത്തം തത്ര സഞ്ജയ. യദ്വൃത്തം തത്ര സംഗ്രാമേ മന്ദസ്യാ ബുദ്ധി സംഭവം അപനീതം സുനീതം യത് തന്മമ ആചക്ഷ്വ സഞ്ജയ. യത്കൃതം തത്ര സംഗ്രാമേ ഭീഷ്മേണ ജയമിച്ഛത ക്രമേണ യേന യസ്മിംശ്ച കാലേ യച്ഛ യഥാഭവത്. എന്തായാലും അച്ഛനായിട്ട് ജനിച്ചുവല്ലോ ഞാൻ ഈ ദുര്യോധന്. ഇനിയും എന്റെ പ്രാണൻ പോയിട്ടില്ല, കുരുടനാണേനും. അതുകൊണ്ട് നീ എന്തൊക്കെ പറയാൻ പോണു ഒക്കെ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. ശ്രോഷ്യാമിതാനി ദുഃഖാനി ദുര്യോധന കൃതാന്യഹം. എന്റെ ആ ദുർബുദ്ധി പരമദുഷ്ടൻ ദുര്യോധനൻ വരുത്തി തീർത്തിട്ടുള്ള ആപത്തുകളുണ്ടല്ലോ, അത് മുഴുവനും ഞാൻ കേൾക്കാം. അച്ഛനായി പോയില്ലോ, എനിക്ക് ജനിച്ചവനല്ലേ, എന്റെ മകനല്ല എന്ന് പറയാൻ പറ്റുമോ? തസ്മാൻ മേ സർവമാചക്ഷ്വ. അതുകൊണ്ട് നടന്നത് ഒന്നും പോകാതെ എല്ലാം എന്നെ പറഞ്ഞു കേൾപ്പിക്കൂ. യദ്വൃത്തം തത്ര സംഗാമേ മന്ദസ്യാ ബുദ്ധി സംഭവം. എന്റെ മന്ദബുദ്ധിയായിരിക്കുന്ന മകനുണ്ടല്ലോ, ആ മകൻ ആലോചിച്ചും ആലോചിക്കാതെയും അറിയാഞ്ഞിട്ടും അറിയാതെയും വരുത്തി തീർത്തുള്ള അപനീതം സുനീതം യത്. ക്രമവും അക്രമവും എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും പറഞ്ഞു തരൂ. യത്കൃതം തത്ര സംഗ്രാമേ ഭീഷ്മേണ ജയമിച്ഛത ക്രമേണ യേന യസ്മിംശ്ച കാലേ യച്ഛ യഥാഭവത്. ഇതിപ്പോ 10ാം ദിവസം നടന്ന കാര്യമാണ് പറയുന്നത്. ഈ 10 ദിവസം 9 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം മുതൽക്കേ 1 മുതൽക്ക് ആ ദിവസങ്ങളിൽ എന്തൊക്കെ നടന്നു അത് മുഴുവനും മുറയ്ക്ക് ക്രമപ്രകാരം എന്നെ പറഞ്ഞു മനസ്സിലാക്കി തരൂ. ഇതിപ്പോ 10ാം ദിവസം ഓടി വന്ന് എന്നോട് പറയുന്ന 10ാം ദിവസ സംഭവമാണല്ലോ ഇത്. അപ്പൊ 1ാം ദിവസം മുതൽക്ക് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അവിടെ എന്തോ അതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് സഞ്ജയൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ നിർത്തി ചോദിക്കുകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മത്തിന് നിദാനമായിരിക്കുന്ന കുരുക്ഷേത്രത്തിലാണ് രണ്ടുപേരും വന്ന് കൂടിയിരിക്കുന്നത്. ആ രണ്ടുപേരും വന്ന് കൂടിയപ്പോ ധർമ്മത്തിന്റെ സ്വാധീനം അവരിൽ നടന്നു കാണും. ആ ധർമ്മസ്വാധീനത്തിന് വിധേയമായി എന്റെ മക്കൾ എന്തെങ്കിലും പ്രവർത്തിച്ചോ, അല്ല പാണ്ഡവന്മാരെന്തെങ്കിലും ചെയ്തുവോ? നീ ഇപ്പൊ പറഞ്ഞത് യുദ്ധവൃത്താന്തമാണ്. എനിക്ക് യുദ്ധവൃത്താന്തമല്ല ഇപ്പൊ കേൾക്കേണ്ടത്. യുദ്ധവൃത്താന്തം കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ഇപ്പൊ കേട്ടത് കൊണ്ട് തന്നെ ഞാൻ ദുർബലനായി കഴിഞ്ഞു. ഈ 10 ദിവസമായി അവിടെ നടന്നത് പൂജയൊന്നുമല്ല, യാഗമൊന്നുമല്ല, അവിടെ യുദ്ധം തന്നെയാണ് നടന്നത്. അനവധി പേർ മരിച്ചിട്ടുണ്ടാവും, പല നീക്കങ്ങളും ഉണ്ടായി കാണും. അതിനൊക്കെ മുമ്പ് എനിക്ക് അറിയാനുള്ളത്, ഈ ഭീഷ്മരെ ഇങ്ങനെ തട്ടിയിടാൻ അവരുടെ മനസ്സിൽ തോന്നുമ്പോ പാണ്ഡവന്മാര് ധർമ്മബുദ്ധികളാ. ഒരു മുത്തശ്ശനെ ഇങ്ങനെ തട്ടിയിടാൻ പുറപ്പെടുമ്പോ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഈ കാര്യത്തിനെ കുറിച്ച് ഉണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ ധർമ്മക്ഷേത്രത്തിൽ വന്ന് നിന്നപ്പോ ആ വിചാരം കുറച്ചും കൂടിയും കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ പിതാമഹനോടും ബാക്കിയുള്ളവരോടും പൊരുതാൻ എങ്ങനെ സാധിക്കും എന്നൊരു സംശയം, ഒരു ധർമ്മസങ്കടം അവർക്ക് വന്നിട്ടുണ്ടാവാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവരാ വർത്തമാനം ഉണർത്തിച്ചുവോ, ഉണർത്തിക്കാൻ പറ്റിയവർ വല്ലവരും ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണു, കൃഷ്ണൻ ഞാൻ യുദ്ധത്തിൽ നേരിട്ട് പടപൊരുതില്ല, നേരെ മറിച്ച് ഞാൻ തേരാളിയായിരിക്കാം എന്ന് പറഞ്ഞ്
കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് പാർത്ഥന്റെ മുൻപിൽ കൂടെ ഇരിക്കുന്നുണ്ട്. ആ കൃഷ്ണൻ സങ്കടം ഉണർത്തിക്കാൻ പറ്റിയ ഒരാളാണ്. അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഈ ധർമ്മക്ഷേത്രത്തിൽ എന്തെങ്കിലും ധർമ്മവൃത്താന്തമോ ധർമ്മജിജ്ഞാസയോ വല്ല അന്വേഷണമോ മറുപടിയോ ഉണ്ടായോ? ആ വർത്തമാനം മുതൽക്ക് എനിക്ക് ആദ്യമേ പറഞ്ഞു തരൂ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? യുദ്ധവൃത്താന്തം അവിടെ നിൽക്കട്ടെ, ധർമ്മവൃത്താന്തം വല്ലതും അവിടെ നടന്നോ? ധർമ്മഭൂമിയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയ ഒരു കടുങ്കൈയാണ്, ദുരിതമാണ്, അക്രമമാണ് എന്ന് അവർക്ക് മനസ്സിലായി കാണും. അപ്പൊ ഇങ്ങനെ ഭീഷ്മരോട് പടപൊരുതാൻ അവരുടെ മനസ്സ് സമ്മതിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നിർബന്ധത്തിന്റെ പേരിൽ ചെയ്യാണ്. അപ്പൊ അവരുടെ മനസ്സിന് വല്ല കലക്കമോ സംശയമോ ചോദ്യമോ ഉത്തരവോ ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് ആരുന്നയിച്ചു? ആരോട് ഉന്നയിച്ചു? അതിന് എന്താണ് മറുപടി പറഞ്ഞത്? ആദ്യമായി അവർ യുദ്ധത്തിന് പുറപ്പെട്ടത് എന്താ? ആദ്യത്തെ നീക്കം ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? ദുര്യോധനൻ എന്തെങ്കിലും ചെയ്തുവോ? അർജുനൻ എന്തെങ്കിലും ചെയ്തുവോ? ആ ചെയ്തത് എവിടം വരെ എത്തി? അത് ധാർമ്മിക പ്രശ്നമായി രൂപപ്പെട്ടുവോ? വല്ല അന്വേഷണങ്ങൾ ഉണ്ടായോ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ, എന്നിട്ടാവാം ബാക്കിയുള്ള യുദ്ധവൃത്താന്തം. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ പ്രസക്തി. മനസ്സിലായോ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. എവിടെ പോയി കാര്യങ്ങള്? നിങ്ങളുടെയൊക്കെ പൂർവീകന്മാര് ജീവിച്ച ഈ പുണ്യഭൂമിയിൽ നിങ്ങളുടെ പൂർവീകന്മാര് തമ്മിൽ നടന്നതാണ് മഹാഭാരത യുദ്ധം. ആ യുദ്ധത്തിൽ എന്തെല്ലാം പ്രഹേളികകൾ ഉണ്ടായി, പ്രത്യാഘാതങ്ങൾ ഉണ്ടായി, എന്തെല്ലാം വിഷമങ്ങൾ നേരിട്ടു. ആ വിഷമങ്ങൾക്ക് മുൻപ് മാർഗദർശനം നൽകാനായി എന്തവിടെ നടന്നു എന്നുള്ള ധർമ്മവൃത്താന്തം അറിയിപ്പിക്കൂ എന്നുള്ള ഒരു ചോദ്യമാണിത്, ഈ ചോദ്യത്തിൽ. അല്ലാണ്ട് യുദ്ധം നടന്നോ നടന്നില്ലേ, ആരെങ്കിലും ഉപേക്ഷിച്ചോ എന്നൊന്നുമല്ല. മുത്തശ്ശനെ നേരിട്ട് തട്ടി താഴത്തിടാൻ സാധാരണ മനുഷ്യ മനസ്സ് സമ്മതിക്കില്ല. അപ്പൊ അസാധാരണമായ ഒരു മനസ്സും അറിവും വിവേകവും ഒക്കെ അവിടെ ഉണ്ടായി കാണും. അങ്ങനെ വല്ല ധർമ്മോപദേശം നടന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. അത് കേട്ട് കഴിഞ്ഞാൽ എനിക്കും അതേമാതിരി ഒരു ധൈര്യവും ഒരു സമാധാനവും ഉണ്ടാവുമല്ലോ, ഇനി അവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന ചരിത്രം കേൾക്കാൻ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി ചോദിച്ച ചോദ്യമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. എന്താ, ശരിയായോ? ഇതാണ് ഭാരതം. നിങ്ങൾ ഒന്ന് കണ്ടിട്ടും കുലുങ്ങരുത്. ചിലപ്പോ പെറ്റ മക്കൾ അങ്ങനെയാവും, ദുര്യോധനന്മാരാവും. ഭീഷ്മരായിട്ടിരുന്നോളൂ, വേറെ ഒരു വഴിയില്ല. ശാന്തസ്വഭാവമജരാത്മകമേക സത്യം സംവിത്പദം നിരുപമം കലനാവിഹീനം അന്തർബഹിശ്ച ബഹുധാ വ്യവഹാര്യമാണം തദ്ദൈവമേവ മമ സർവമഹം തദേവ. പ്രബുദ്ധം വിമുക്തം വികാരാദിഹീനം പ്രസന്നം സദാ നിത്യബോധസ്വരൂപം പരം നിശ്ചലം നിർഗുണം സർവരൂപം ഭജേഹം സദാനുസ്മരാമി പ്രണൗമി. ഹരി ഓം, ഹരി ഓം.